السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഇരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന മതവിജ്ഞാന സദസ്സിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജമാഅത്തിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ, മഹല്ലിന്റെ പരിസരങ്ങളിലുള്ള വളരെ പ്രഗത്ഭരായ ഉലമാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹത്തായ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുന്നതോടൊപ്പം നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുകയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭക്ഷണം നൽകിയ അനസ്
അദ്ദേഹത്തിൻ്റെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഖബറിടം അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പ്രസിഡന്റിന് ശാരീരികമായ ചില അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹം ഇതിൻ്റെ അവസാനത്തിൽ ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഒരു 5-10 മിനിറ്റ് കേട്ടിട്ട് ഉഷാറാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? കുഴപ്പമൊന്നുമില്ല, നിങ്ങളവിടെ നിന്നോളൂ, പോകണമെന്നില്ല. കുറേ സമയം നിൽക്കാൻ വേണ്ടി അവിടെ നിന്നതാണെങ്കിൽ വെറുതെ ഡിസ്കിനൊന്നും തകരാറുണ്ടാക്കാതെ ഒരു കസേര എടുത്തിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന, 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ പരിപാടിയുടെ സമാപന ദിവസത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ മനോഹരമായ വേദിയും സദസ്സും നമ്മുടെ സംഘാടകർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അനുഗ്രഹീതമായ മഴയും അള്ളാഹു നമ്മൾക്ക് നൽകി. ഇനി മഴ വന്നാലും പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഈ മഹത്തായ സദസ്സ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. തുടക്കം മുതൽ ഇന്ന് വരെ ഇതിനെ സ്നേഹിച്ച, സഹായിച്ച, സഹകരിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എരുമേലി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു മഹല്ലാണ്. കേരളക്കരയിൽ ചർച്ച ചെയ്യപ്പെടാൻ മാത്രം പ്രശസ്തമായ ഒരു മഹല്ലാണ്. ശബരിമലയുടെ സമയത്ത് എത്രയോ വിശ്വാസികൾ ഈ മഹത്തായ പള്ളിയെ വളരെ ബഹുമാനപൂർവം സന്ദർശിക്കാറുണ്ട്. അതൊരു മതസൗഹാർദ്ദത്തിന്റെ, മനുഷ്യർക്കിടയിലുള്ള സൗഹാർദ്ദത്തിന്റെ വലിയൊരു പ്രതീകമായിട്ടാണ് നമ്മുടെ ഈ എരുമേലിയിലുള്ള മഹത്തായ ജുമാ മസ്ജിദ് നിലനിൽക്കുന്നത്. അല്ലാഹു ഈ ഒരു സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ ലോകാവസാനം വരെ അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ഒരു നാടിന്റെ അന്തസ്സ് എന്ന് പറയുന്നത് ആ നാടിലുണ്ടാകുന്ന നിർഭയത്വമാണ്. ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി പ്രജകൾക്ക് നൽകേണ്ടത് വീടോ അല്ലെങ്കിൽ ടോയ്ലറ്റുകളോ ഒന്നുമല്ല. ഒരു ഭരണാധികാരി പ്രജകൾക്ക് നൽകേണ്ടത് നിർഭയത്വമാണ്. പേടിയില്ലാതെ പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം. ആണായാലും പെണ്ണായാലും രാത്രിയിലായാലും പകലിലായാലും മറ്റുള്ളവരുടെ സംരക്ഷണമില്ലാതെ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമാണ് ഏതൊരു ഭരണാധികാരിയും അവരുടെ പ്രജകൾക്ക് നൽകേണ്ടത്. അങ്ങനെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്തായ ഉത്തരവാദിത്വം ആര് ഏറ്റെടുത്താലും ശരി, അവരുടെ ബാധ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രജകൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവകാശം നൽകുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ മതി. അത് ആരായാലും ശരി, ഭരണാധികാരി ആര് വരുന്നു എന്നതല്ല ഇവിടുത്തെ ചർച്ച. ആര് വന്നാലും ഇവിടെ ജനങ്ങൾക്ക് സുഖകരമായി പേടിയില്ലാതെ ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ഇവിടുത്തെ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കണം.
വർഗീയതയും ആക്രമണങ്ങളും നമ്മുടെ നാടുകളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സമാധാന അന്തരീക്ഷം നമ്മുടെ നാടിലും നമ്മുടെ കുടുംബങ്ങളിലും അല്ലാഹു നിലനിർത്തി തരട്ടെ. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വളരെ മനോഹരമായ രീതിയിൽ 2-3 സ്ഥലങ്ങളിൽ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ തൊട്ടടുത്തെവിടെയോ റബീഉൽ അവ്വലിൽ ഇതുപോലൊരു വേദി, മഹത്തായൊരു മനോഹരമായ വേദിയൊക്കെ സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതും വലിയൊരു പള്ളിയാണ്, സ്ഥലം ഓർമ്മയില്ല. ഇപ്പൊ പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. റമളാൻ കടന്നു വരുമ്പോ റമളാനിലേക്ക് ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മഹാന്മാരായ സ്വഹാബാക്കൾ എന്നും അവർക്ക് റമളാനിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു എന്നാണ്. റമളാൻ കഴിഞ്ഞാലും റമളാൻ വരാൻ അടുക്കുമ്പോഴും സദാസമയവും റമളാനിനെ കുറിച്ച് ചിന്തിക്കുന്നവരായിരുന്നു അവർ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ പരിശുദ്ധമായ റമളാൻ വിട പറഞ്ഞാൽ 6 മാസക്കാലം അവർ നിരന്തരമായി ദുആ ചെയ്യും, അല്ലാഹുവേ എൻ്റെ റമളാനിനെ നീ സ്വീകരിക്കണേ എന്ന്. 6 മാസം ദുആ ചെയ്യും. നമ്മൾ ഇന്ന് വരെ എത്രയോ റമളാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു റമളാൻ കഴിഞ്ഞിട്ട് അല്ലാഹുവേ എൻ്റെ റമളാൻ നീ സ്വീകരിക്കണം എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാകും ഇവിടെ. ഒരുപാട് വർഷങ്ങളായി ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു തവണയെങ്കിലും അല്ലാഹുവേ എൻ്റെ ഹജ്ജ് നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടോ? അല്ലാഹുവേ എൻ്റെ നിസ്കാരങ്ങൾ, എൻ്റെ നോമ്പ്, എൻ്റെ സ്വതക്കകൾ സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ചു വിറച്ചുകൊണ്ടാണ്. പേടിച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുക. ആരെങ്കിലും പേടിച്ചിട്ട് സ്വതക്ക ചെയ്യോ? ഖുലൂബുഹും വജില, പേടിച്ചിട്ട് തെറ്റ് ചെയ്യും. ആരും കാണല്ലേ, എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി പോയതാണ്. ഒരു ഇളനീര് അടിച്ചു മാറ്റി താഴെ ഇറങ്ങുന്നവരെ വിറച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ കാണരുതേ എന്ന് പേടിച്ചിട്ട്. അപ്പൊ ആരായാലും തെറ്റ് ചെയ്യുമ്പോഴാ വിറക്കുക. മഹാന്മാരായ സ്വഹാബാക്കൾ സ്വദഖ ചെയ്യുമ്പോൾ പേടിച്ചു വിറക്കുന്നവരാണ്. വഖുലൂബുഹും വജില, അവരുടെ ഹൃദയം പേടിച്ചു വിറക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അവർ പേടിക്കുന്നത്? ആരെ കുറിച്ചാണ് നബിയെ ഈ ആയത്തിറങ്ങിയത്? കള്ള് കുടിയന്മാരെ കുറിച്ചാണോ? കുടിയന്മാർ അവരെ കുറിച്ച് ഇറങ്ങിയതാണോ? വ്യഭിചാരികൾ മതിൽ ചാടി കിടക്കാണ്, രാത്രി തിരിച്ചു വരുന്നത് വരെ പേടിച്ച് വിറക്കുന്നുണ്ട്. ഒരു ശബ്ദം കേട്ടാൽ, ഒരു വെളിച്ചം കണ്ടാൽ. വ്യഭിചാരികളെ കുറിച്ചാണോ ഇത്? പലിശ തിന്നുന്നവരെ കുറിച്ചാണോ നബിയെ ഈ ആയത്തിറങ്ങിയത്? പേടിച്ചു വിറച്ചുകൊണ്ട് സ്വതക കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, അവർ പേടിക്കാനുള്ള കാരണം എന്റെ സ്വതക അല്ലാഹു സ്വീകരിച്ചുവോ ഇല്ലേ എന്ന പേടിയാണ്. അവർ വിറക്കാൻ കാരണതാണ് എന്റെ സ്വതക അല്ലാഹു സ്വീകരിച്ചുവോ ഇല്ലേ എന്നുള്ള പേടി. ഞാൻ കൊടുത്ത ലക്ഷങ്ങൾ വെറുതെയായോ എന്ന പേടി. ഞാൻ കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ വെറുതെയായോ എന്ന പേടി. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ആ സ്വതക്ക വേസ്റ്റ് ആണ്. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ സ്വതക്ക വേസ്റ്റ് ആണ്. നിങ്ങളൊരു ഉദാഹരണം, ഒരു 10,000 രൂപ ഈ മഹത്തായ നമ്മുടെ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തു എന്ന് സങ്കല്പിക്കുക. 10,000 രൂപ. അത് അല്ലാഹു സ്വീകരിച്ചാലുള്ള നേട്ടങ്ങളും സ്വീകരിച്ചില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പെണ്ണ് ഒരു സ്വർണ്ണാഭരണം സംഭാവന ചെയ്തു.
അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഒരു മോതിരം സംഭാവന ചെയ്തു, ഒരു സ്വർണ്ണ മോതിരം. അവൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന നീയത്ത് 4 ആളുകൾ കാണട്ടെ, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്ന ചിന്തയാണ്. ആ പെണ്ണൊരു സ്വർണ്ണാഭരണം കൊടുത്തു. അള്ളാഹു ആ സ്വർണ്ണാഭരണം സ്വീകരിക്കുകയില്ല. അവളുടെ കയ്യിൽ നിന്ന് ഈ ആഭരണം നഷ്ടപ്പെട്ടു എന്നല്ലാതെ എങ്ങനെ ഇപ്പൊ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുക? ഈ ഉസ്താദിന് വേദ പറഞ്ഞൂടെ, ഇങ്ങനെ പിരിവെന്നെടുക്കണോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പിരിവ് എന്ന് പറയുമ്പോൾ പേടിക്കുന്ന എത്രയോ ശ്രോതാക്കളുണ്ട്. ഇങ്ങനെ ഇപ്പൊ ഈ ആൾക്കാരുടെ ഇടയിൽ എല്ലാവരും കൊടുക്കുമ്പോൾ അവള് കൊടുത്തപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ ഒരു മോശമല്ലേ? പുറത്തുള്ള അവള് കൊടുത്തു എന്നാ പിന്നെ ഞാനും കൊടുക്കും. അങ്ങനെ കൊടുത്താണ് കൂലിയൊന്നും വിചാരിച്ചിട്ടില്ല. ഇവള് കൊടുത്തിട്ട് ഞാൻ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എന്നാ പെണ്ണിന്റെ വിചാരം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ സ്വതഖ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ആ സ്വതഖയ്ക്ക് അല്ലാഹു തആല അവൾക്ക് നൽകുന്നത് പകരം ശിക്ഷയായിരിക്കും. അവളുടെ നീയത്ത് നല്ലതല്ല, നീയത്ത് മോശമായതിന്റെ പേരിൽ, ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു ആ സഹോദരിക്ക് നൽകുന്നത് ശിക്ഷയായിരിക്കും. അപ്പൊ അവളുടെ കയ്യിൽ നിന്ന് മോതിരം പോയി, അതിന്റെ കൂടെ അള്ളാഹുവിന്റെ ശിക്ഷയും അവൾക്ക് ലഭിച്ചു. ഇതാണ് സ്വീകാര്യമല്ലാത്ത സ്വതക്കയുടെ പ്രശ്നം. ഇനി ആ സ്വതക്ക റബ്ബ് സ്വീകരിച്ചാലോ? ഒരു സ്വർണ്ണാഭരണമാണ് നൽകിയത്. അള്ളാഹുവിനെ വിചാരിച്ച് നല്ല നീയത്തോടു കൂടിയാണ് അവൾ സ്വതക്ക ചെയ്തതെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതെങ്കിൽ, അല്ലാഹു തആല ആ നൽകിയ സ്വർണ്ണാഭരണത്തെക്കാളും നല്ല ഒരു പകരം അവൾക്ക് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുത്തത് ഒരു അരപ്പവന്റെ സ്വർണം മോതിരാണ്. അല്ലാഹു അവൾക്ക് അതിനു പകരം 1 പവനേക്കാളും കൂടുതൽ വലുപ്പമുള്ള സ്വർണ്ണാഭരണം പകരം നൽകും. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണേ എന്ന് പ്രഗൽഭരായ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വതക്ക നീയത്ത് നന്നായാൽ സ്വീകരിച്ചാലുള്ള ഒന്നാമത്തെ നേട്ടം, ആ കൊടുത്തതിനേക്കാളും നല്ല ഒരു പകരം അല്ലാഹു അവൾക്ക് തിരിച്ചു നൽകും. ഇനൊരു 10,000 കൊടുത്തത്, 1,00,000 ഒന്നിന് 10 എന്ന രീതിയിൽ അല്ലാഹു തിരിച്ചു തരും. ഇത് ദുനിയാവിലെ നേട്ടമാണ്. അതിന്റെ കൂടെ സ്വതഖ നൽകിക്കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ല അസുഖങ്ങളും നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വതഖ കാരണത്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ അസുഖങ്ങളെ നിങ്ങൾക്ക് മാറ്റി ശിഫ നൽകുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് വല്ല അസുഖങ്ങളും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, വരും ദിവസങ്ങളിൽ ഈ മഹത്തായ സ്വതഖ കാരണത്താൽ അല്ലാഹു തആല ആ അസുഖങ്ങൾ വരാതെ നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇതിനെല്ലാം പുറമെ ഈമാൻ സലാമത്തായി മരണസമയത്ത് പുഞ്ചിരിയോടെ മരണപ്പെടാൻ ബഹുഭൂരിഭാഗം ആളുകളും മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് നീ 1 വർഷമോ അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 1 ആഴ്ചയോ 1 ദിവസമോ 1 മണിക്കൂറോ അരമണിക്കൂറോ 1 മിനിറ്റോ 1 സെക്കൻഡോ ആയുസ് നീട്ടിത്തന്നാൽ, ഇപ്പോ നീ എന്നെ കൊണ്ടുപോവാൻ വിചാരിച്ചു. 9:53 ഏകദേശം 9:55. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹു 10 മണിക്ക് എന്നെ കൊണ്ടുപോ, 5 മിനിറ്റ് എനിക്ക് സമയം തന്നാൽ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ആ 5 മിനിറ്റ് കൊണ്ട് ഞാൻ സ്വതഖ ചെയ്യാം റബ്ബേ, ഞാൻ നന്നായിക്കോളാം എന്നാണ് ബഹുഭൂരിഭാഗം ആളുകളും പറയുന്നത്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നല്ല കാര്യങ്ങളിലേക്ക്, അഥവാ ഈ സ്വതഖ എന്ന് പറയുന്നത് വഅദിന്റെ സദസ്സുകളിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങാൻ ക്യാഷ് കൊടുക്കുന്നത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ കല്യാണം കഴിച്ച് മക്കൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്വർണ്ണാഭരണം വാങ്ങിക്കാൻ വേണ്ടി 10,000 കൊടുക്കുന്നത്, അതേപോലെ വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുക്കുന്നത്, കിണറില്ലാത്തവർക്ക് കിണർ കുഴിക്കാൻ വേണ്ടി, പുസ്തകം വാങ്ങാൻ കഴിയാത്തവർക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി, ഈ രീതിയിൽ ആരൊക്കെയാണോ അള്ളാഹുവിന്റെ
വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ നീയത്ത്, നല്ല നീയത്തോടു കൂടി ഒരാൾ ചെലവഴിച്ചാൽ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരണപ്പെടാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കഴിഞ്ഞാൽ ഖബറിടം അല്ലാഹു വിശാലമാക്കി തരുമെന്നാണ്, ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി തരുമെന്നാണ്, ഖബറിടത്തിൽ നിന്ന് ശിക്ഷയെ അല്ലാഹു ഉയർത്തി തരുമെന്നാണ്. നാളെ നരകത്തിൽ വീഴാതെ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. അപകടങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, ശർറായ ഖളായിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കുമെന്നും മുഹമ്മദ് മുസ്തഫ. ഇതാണ് സ്വതക്ക സ്വീകരിച്ചാലുള്ള നേട്ടങ്ങൾ. സ്വതക്ക സ്വീകരിച്ചില്ലെങ്കിലോ മോതിരം പോയി, അതോടുകൂടി അള്ളാഹുവിന്റെ ശിക്ഷയും ലഭിച്ചു. സ്വീകരിച്ചാൽ ഈ കൊടുത്തതിനേക്കാളും നല്ലത് പകരം കിട്ടി. ദുനിയാവിൽ ആഖിറത്തിൽ സർവ്വവിധ നേട്ടങ്ങളും നമ്മൾ സമ്പാദിക്കും. അതുകൊണ്ട് സ്വതക്ക ചെയ്താലും, നിസ്കാരം കഴിഞ്ഞാലും, നോമ്പെടുത്താലും, ഹജ്ജ് ചെയ്താലും, റമദാൻ കഴിഞ്ഞാലും അല്ലാഹുവേ എന്റെ നോമ്പ് നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹുവേ എന്റെ സ്വതക്കകൾ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യണം. മഹാന്മാരായ സ്വഹാബാക്കൾ പേടിച്ചു വിറച്ചുകൊണ്ട് സ്വതക്ക ചെയ്യാനുള്ള കാരണം യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, എന്റെ സ്വതക്ക നീ സ്വീകരിക്കുമോ ഇല്ലേ എന്ന പേടിയോടുകൂടിയാണ് അവർ സ്വതക്ക ചെയ്തത്. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇത് നഷ്ടമാണല്ലോ എന്ന പേടി. മഹാന്മാരായ സ്വഹാബാക്കൾ 6 മാസക്കാലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. 6 മാസക്കാലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്ത് ദുആ ചെയ്തു? അല്ലാഹുവേ എന്റെ റമളാനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റമളാൻ കഴിഞ്ഞിട്ട് 6 മാസം നിരന്തരമായി ദുആ ചെയ്യും. എന്ത്? അല്ലാഹുവേ എന്റെ റമളാനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ശവ്വാലിലും ദുൽഖഅദിലും ദുൽഹിജ്ജയിലും ഒക്കെ അള്ളാഹുവിന്റെ മഹാന്മാരായ സ്വഹാബാക്കൾ നിരന്തരമായി ദുആ ചെയ്തു, അള്ളാഹുവേ എന്റെ റമളാനിനെ നീ സ്വീകരിക്കണേ എന്ന്. 6 മാസക്കാലമാണ് ദുആ ചെയ്തത്. 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു. ഇനി റമളാൻ വരാൻ 6 മാസമുണ്ട്. അപ്പോഴേക്കും അവർ ദുആ ചെയ്തു, അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പരിശുദ്ധമായ റമളാനിനെ ആഫിയത്തോടുകൂടി തരണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ റമളാനിനെ ആരോഗ്യത്തോടുകൂടി നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. റമളാനിൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റമളാനിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് 6 മാസം മുമ്പേ അവർ ദുആ ചെയ്യുമായിരുന്നു. റമളാനിന്റെ മുമ്പുള്ള 6 മാസം റമളാൻ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തു. റമളാൻ കഴിഞ്ഞ 6 മാസം എന്റെ റമളാൻ സ്വീകരിക്കണമെന്ന് ദുആ ചെയ്തു. അഥവാ 12 മാസങ്ങളിലും പരിശുദ്ധമായ റമളാനിന് വേണ്ടി മഹാന്മാരായ സ്വഹാബാക്കൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലും ദുആ ചെയ്തിട്ടുണ്ടോ? റമളാൻ കഴിഞ്ഞതിന്റെ പെരുന്നാളിലെങ്കിലും നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ എന്റെ റമളാൻ സ്വീകരിക്കണമെന്ന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എന്നാൽ പരിശുദ്ധമായ റമളാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. എന്താ റമളാൻ ലഭിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ്? പരിശുദ്ധമായ റമളാൻ ലഭിച്ചാലുള്ള നേട്ടങ്ങൾ എന്താണ് മനസ്സിലാക്കണം നമ്മൾ. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തുണ്ടാകുമ്പോ 2 ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വന്നു, മുസ്ലിമാകാൻ വേണ്ടി കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി ജീവിക്കുകയുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 2 പേരും മരണപ്പെട്ടു പോവുകയാണ്. 2 പേരും മരണപ്പെട്ടു പോവുകയാണ്. ഒരാൾ മരണപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞിട്ടാണ്, 1 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ മരണപ്പെട്ടത്. ശ്രദ്ധിക്കണം, 2 പേരും മുസ്ലിമായത് ഒന്നിച്ചാണ് മരണപ്പെട്ടത്. ഒരാൾ മരണപ്പെട്ടിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ആൾ മരണപ്പെട്ടത്. അങ്ങനെ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്, ഖദ് ഖാമത്തിൽ ഖിയാമ, പരിശുദ്ധമായ ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെയും സ്വർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ ഊഴം ഞാൻ കാത്തിരിക്കുമ്പോൾ അതാ സ്വർഗത്തിന്റെ പുറത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന 2 പേരെ കാണാനിടയായി.
രണ്ടുപേരെ കാണാനിടയായി. ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടുപേരെ കാണാനിടയായി. അതിൽ ആദ്യം മരിച്ചുപോയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് രക്തസാക്ഷിയായ വ്യക്തിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് രക്തസാക്ഷിയായ വ്യക്തിയാണ് ആദ്യം മരണപ്പെട്ടത്. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് രക്തസാക്ഷിയായി മരണപ്പെട്ടതല്ല, സ്വാഭാവികമായ മരണമാണ്. രക്തസാക്ഷിക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങൾ എത്രത്തോളമുണ്ട് എന്ന് നമ്മൾക്ക് അറിയാമല്ലോ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അള്ളാഹു അവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ രക്തസാക്ഷിയെ അല്ല അള്ളാഹു ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത രക്തസാക്ഷിയെയല്ല, ഷഹീദിനെയല്ല. പിന്നെ ആരെയാണ്? മാസങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോയ സ്വാഭാവിക മരണം വരിച്ച ഒരു സ്വഹാബിയെയാണ് അള്ളാഹു ആദ്യമായി സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്. പിന്നെയോ ഒരൽപ്പ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ സ്വഹാബിയെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ചു മുസ്ലിമായവരാണ്. അത്ഭുതം തോന്നി മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ, എന്തേ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളുകളല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് എത്തേണ്ടത്? പക്ഷേ ഇവിടെ സ്വർഗത്തിലേക്ക് എത്തിയത് രണ്ടാമത് മരണപ്പെട്ടു പോയ ആളാണ്. ഇത് പോയി, സൗണ്ട് പോയി. ആദ്യം സ്വർഗത്തിലേക്ക് എത്തേണ്ടത് രക്തസാക്ഷിയായ ആളാണ്. എന്തേ രണ്ടാമത് സ്വർഗത്തിലെത്താനുള്ള കാരണമെന്നുള്ള സംശയം മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനുണ്ടായി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടനെ തന്നെ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, എന്തേ നബിയെ പോയി അള്ളാഹുവിന്റെ ഹബീബേ, എന്തേ അങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആദ്യം ഷഹീദായ ഒരാൾ, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി എന്നുള്ളത് ശരി തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ രണ്ടാമത് മരണപ്പെട്ടു പോയ ഒരാൾക്ക് അയാളുടെ ശേഷം ഒരു പരിശുദ്ധമായ റമളാൻ കൂടുതൽ ലഭിച്ചില്ലേ? അതാണ് കാരണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ കൂടുതൽ ലഭിക്കാൻ ഇയാൾ കാരണമായി. മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായോ? സത്യത്തിലെ ശുഹദാക്കൾക്ക് ഇല്ലാത്ത ശുഹദാക്കൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകതകൾ, അവർക്ക് നൽകുന്ന മഹത്വങ്ങൾ വളരെ വലുതാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഷഹീദ് രണ്ടാമതും സ്വാഭാവിക മരണം മരിച്ചുപോയ ഒരാൾ ആദ്യവും സ്വർഗത്തിലെത്തി? അതിന് കാരണം ഈ രണ്ടാമത് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് അല്ലാഹു തആല ഒരു റമളാൻ നൽകി എന്നുള്ള കാരണത്താലാണ്. മറ്റു വ്യക്തിയെക്കാളും ഒരു റമളാൻ കൂടുതൽ ലഭിച്ചു എന്ന കാരണമാണ്. ഒരു റമളാൻ ഒരാൾക്ക് കൂടുതൽ ലഭിച്ചാൽ 83 വർഷത്തിന്റെ അമലാണല്ലോ അയാൾ കൂടുതൽ ചെയ്യുന്നത്. ഒരു റമളാൻ ഒരാൾക്ക് ലഭിച്ചാൽ 83 വർഷം കൂടുതൽ അമൽ ചെയ്ത പ്രതിഫലമാണല്ലോ. അങ്ങനല്ലേ? ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളും ഖൈറാണെന്നാ പറഞ്ഞത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് 1000 മാസങ്ങളെക്കാളും ഖൈറാണ് എന്നാ പറഞ്ഞത്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷം. 83 വർഷം ഒരാൾ ഒരു റമളാൻ നഷ്ടപ്പെട്ടു പോയാൽ 83 വർഷത്തെ അമൽ കുറഞ്ഞുപോയി എന്നാണ് അർത്ഥം. ഒരാൾക്കൊരു റമളാൻ ലഭിച്ചാൽ 83 വർഷത്തെ അമൽ അയാൾ കൂടുതൽ ചെയ്തു എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ അല്ലാഹുവേ ആഫിയത്തോടുകൂടി എനിക്ക് തരണേ എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാൻ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ആഫിയത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി സ്വീകാര്യമായ ഒരുപാട് അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റജബിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, റജബു ഷഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. റജബ് കഴിഞ്ഞു ശഅബാനാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. വശഅബാനു ഷഹ്രി, ശഅബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണ്. വറമളാനു ഷഹ്റു ഉമ്മത്തി, റമളാൻ എന്റെ സമുദായത്തിന്റെ മാസമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെ? റജബ് അല്ലാഹുവിന്റെ മാസം, ശഅബാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം, പിന്നെ റമളാൻ എന്റെ മാസം, ഉമ്മത്തിന്റെ മാസം.
ഈ 3 മാസങ്ങളെ 3 ആളുകൾക്ക് അല്ലാഹു വേർതിരിച്ചു കൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധമായ റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാൻ എന്റെ മാസമാണ്, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. റജബിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് നമ്മൾ ഒരുങ്ങലാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കലാണ്. റജബിൽ നമ്മൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാർ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കലാണ്. പരിശുദ്ധമായ റമളാനിൽ നമ്മൾ ചെയ്യേണ്ടത്, ശഅബാനിൽ ചെയ്യേണ്ടത് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ പരിശുദ്ധമായ സ്വലാത്ത് ഒരുപാട് ചെല്ലണം, ഖുർആൻ ഓതണം. പരിശുദ്ധമായ റമളാനായാൽ നമ്മൾ ഹൃദയശുദ്ധിയോടുകൂടി ഒരു തെറ്റും നമ്മുടെ ശരീരത്തിലില്ലാതെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങി നന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ട് വേണം പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാനെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. റജബ് വിത്തിടാനുള്ള മാസമാണ്, ശഅബാൻ വെള്ളമൊഴിക്കാനുള്ള മാസമാണ്, പരിശുദ്ധമായ റമളാൻ എല്ലാം കൊയ്തെടുക്കാനുള്ള മാസമാണ്. റജബിൽ വിത്തിടണം. വിത്തിട്ടുണ്ടോ? റജബിൽ വിത്തിട്ടോ? റജബിൽ വിത്തിട്ടാലേ റമളാനിൽ കൊയ്തെടുക്കാൻ പറ്റൂ. വെള്ളമൊഴിക്കണമെങ്കിൽ വിത്തിടണം. ആരാ വിത്തിട്ടത്? റജബ് വിത്തിടാനുള്ള മാസമാണ്. ശഅബാൻ ആ വിത്തിട്ടിങ്ങനെ മുളച്ചു വരുമ്പോഴേക്ക് വെള്ളമൊഴിക്കാനുള്ള മാസമാണ്. വെള്ളമൊഴിച്ച് ഉഷാറായി റമളാനാകുമ്പോൾ എല്ലാം പറിച്ചെടുക്കണം. നല്ല വിളകൾ, നല്ല പഴങ്ങൾ, നല്ല കൃഷി, ഇതൊക്കെ നമ്മൾക്ക് കിട്ടണം. അതിനാദ്യം റജബിൽ വിത്തിടണം. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, പരിശുദ്ധമായ റജബ് വിത്തിടാനുള്ള മാസമാണ്. ശഅബാൻ വെള്ളമൊഴിക്കാനുള്ള മാസമാണ്, വളം നൽകാനുള്ള മാസമാണ്. പരിശുദ്ധമായ റമളാൻ നന്മകൾ ഒരുമിച്ച് കൂട്ടാൻ, അതിന്റെ പഴങ്ങളും ഫലങ്ങളും എല്ലാം പറിച്ചെടുക്കാനുള്ള മാസമാണ്. അഥവാ വിത്തിടാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ ശഅബാനിൽ തന്നെ വിത്തിടുകയും ഈ ശഅബാനിൽ തന്നെ വളം നൽകുകയും ചെയ്യണം, വെള്ളം നൽകുകയും ചെയ്യണം. അഥവാ ശഅബാൻ, പരിശുദ്ധമായ റജബ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് തൗബ ചെയ്ത് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനുള്ള മാസമായിരുന്നു. ശഅബാൻ ആകുമ്പോഴേക്കും അതിന്റെ കൂടെ സ്വലാത്തും നോമ്പുകളുമെല്ലാം അനുഷ്ഠിച്ച് റമളാൻ ആകുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തെ നന്മ ചെയ്യാൻ പാകപ്പെടുത്തണമായിരുന്നു നമ്മൾ. ഇനിയെങ്കിലും 1 മാസം കൊണ്ട് റമളാനിലേക്ക് നമ്മൾ ഒരുങ്ങണേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുന്നുണ്ട്, യാ ബുനയ്യ, എന്റെ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുന്നുണ്ട്, യാ അബതി, എന്റെ പിതാവേ, ഇൻ അമിൽതുൽ ഖത്വീഅ ഹൈസു ലാ യറാനി അഹദുൻ കൈഫ യഅലമുഹു അല്ലാഹ്. എങ്ങനെയാണ് ഉപ്പാ ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഞാനൊരു തെറ്റു ചെയ്താൽ അതെങ്ങനെയാണ് എന്റെ റബ്ബ് അറിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു അറിയുന്നത്? ചോദ്യം പ്രസക്തമാണ്. നമ്മളൊരു മുറിയിലിരുന്നു, വാതിലടച്ചു, എന്നിട്ട് നമ്മളൊരു തെറ്റു ചെയ്തു എങ്കിൽ അതെങ്ങനെ അല്ലാഹുവിനറിയും? ഇപ്പൊ ഇവരാരെങ്കിലും, നിങ്ങളാരെങ്കിലും കണ്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കും. നിങ്ങളാരെങ്കിലും കണ്ടാൽ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കും. ഇതാരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു തെറ്റ് എങ്ങനെ റബ്ബറിയുമെന്നാ ചോദിച്ചത്. യാ അബതി, ഉപ്പാ, ഇൻ അമിൽതുൽ ഖത്വീഅ, ഞാനൊരു തെറ്റു ചെയ്താൽ ഹൈസു ലാ യറാനി അഹദുൻ, എന്നെ ഒരാളും കാണാതെ, കൈഫ യഅലമുഹു അല്ലാഹ്, എങ്ങനെയാണ് അത് അല്ലാഹു അറിയുന്നത്? ആ സമയത്താണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകൂ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. നീ ചെയ്യുന്ന തെറ്റ് ആര് കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, തെറ്റാണെങ്കിൽ ശരിയാണെങ്കിലും അല്ലാഹു അത് കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന വളരെ മനോഹരമായ ഉപദേശം പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, വളരെ ചുരുക്കിക്കൊണ്ട് പറയാം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദു, തന്റെ മകനോട് ഒരു വഅൽ എന്ന രീതിയിൽ, ഒരു ഉപദേശം എന്ന രീതിയിൽ ഒരു പിതാവ് മകനോട് വസിയത്ത് ചെയ്യുകയാണ്. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ നീ പങ്കു ചേർക്കരുത്. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തെ, മറ്റൊരു ഇലാഹിനെ നീ പങ്കുകാരനാക്കരുത്. ഇന്നശ്ശിർക ലളുൽമുൻ അളീം,
ഈ ശിർക്ക് എന്ന് പറയുന്നത് അത് വലിയ പാപമാണ് മോനെ, വലിയ തെറ്റാണ് മോനെ. അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വേറെ ഒരാളെയും ദൈവമായി കാണാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം. ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിനോട് ചെയ്യുന്ന വലിയ പാപമാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ. മോനെ, നീ ചെയ്യുന്ന തെറ്റ് വളരെ ചെറിയ ഒരു തെറ്റാണെങ്കിലും ശരി, കടുകുമണിയോളം പോകുന്ന ചെറിയ ഒരു തെറ്റ്, കടുകുമണിയോളം പോകുന്ന ചെറിയ ഒരു തെറ്റ്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുകുമണിയോളം പോകുന്ന ചെറിയ ഒരു തെറ്റു നീ ചെയ്താൽ, എന്നിട്ടോ ഫതകൂ ഫീ സഖറ, അത് ശക്തമായ കൂരിരുട്ടുള്ള രാത്രിയിൽ ഒരു പാറയിൽ കൊണ്ടുപോയി നീ ഇടുകയാണെങ്കിൽ, ഒരു കടുകുമണി നല്ല ഇരുട്ടുള്ള രാത്രിയിൽ വലിയ ഒരു പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നീ വലിച്ചെറിഞ്ഞു. നാട്ടുകാര് മുഴുവനും തെരഞ്ഞോക്കിയാ കാണൂ. നാട്ടുകാര് മൊത്തം നോക്കി ഒരു കടുകുമണി വലിയൊരു പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞാൽ നാട്ടുകാര് മുഴുവൻ നോക്കിയാലും അത് കാണൂല. നമ്മൾ എവിടെയാ അത് വീഴുന്നത് എന്ന് നോട്ട് ചെയ്ത് വെച്ചാലും നമ്മൾക്ക് ഇത് എടുക്കാൻ കഴിയില്ല. അല്ലാഹു പറയാണ്, ഫതകൂ ഫീ സഖറ, അത് പാറക്കൂട്ടങ്ങൾക്കിടയിലായാലും, ഔ ഫിസ് സമാവാതി, 7 ആകാശങ്ങളിൽ എവിടെയാണെങ്കിലും, ഔ ഫിൽ അർളി, വിശാലമായി നീണ്ടു കിടക്കുന്ന ഭൂമിയിൽ എവിടെയാണെങ്കിലും, യഅതി ബിഹല്ലാഹ്, അത് അല്ലാഹു കണ്ടെത്തും മോനെ, അല്ലാഹു അത് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു അറിയാതൊരു തെറ്റു ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന വിഷയമല്ല, അതൊരിക്കലും നടക്കൂല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ആരും കാണാതെ, ആരും അറിയാതെ രാത്രിയുടെ കൂരിരുട്ടിൽ നീ ഒരു തെറ്റു ചെയ്താലും അല്ലാഹു അത് കാണുന്നുണ്ട്, അല്ലാഹു അത് അറിയുന്നുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. ഫഅസ്നദ റുകുബതഹു ഇലാ റുകുബതൈഹി, ഹബീബിന്റെ കാൽമുട്ടിലേക്ക് തന്റെ 2 കാൽമുട്ടുകളും ചേർത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മത്തസ്സാഅ, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? ഇസ്ലാം എന്താ? ഇസ്ലാം കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു, മറുപടി പറഞ്ഞു. ഈമാൻ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു, മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം, മത്തസ്സാഅ, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ സംഭവിക്കുക? എപ്പോഴാണ്? ആർക്കെങ്കിലും അറിയോ ഖിയാമത്ത് നാൾ എന്നാ സംഭവിക്കുക? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സായിൽ, ചോദിക്കപ്പെടുന്ന എനിക്ക് ചോദിക്കുന്ന നിങ്ങളെക്കാൾ ആ വിഷയത്തിൽ കൂടുതൽ അറിയൂല. ചോദിക്കുന്ന നിങ്ങൾക്കാണ് എന്നെക്കാളും കൂടുതൽ അറിയുക. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്, അഖ്ബിർനി അൻ അമാറാതിഹാ, എന്നാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഖിയാമത്ത് നാൾ വേണ്ട, അതിന്റെ ഡേറ്റ് വേണ്ട, അതിന്റെ അടയാളങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൻതലിദൽ അമതു റബ്ബതഹാ, അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു ഉടമ അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കൽ, അടിമ സ്ത്രീ ഉടമയെ പ്രസവിക്കൽ, അഥവാ മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ ഉണ്ടാവുക, മാതാപിതാക്കളെ പേടിയില്ലാത്ത മക്കൾ ഉണ്ടാവുക, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്ന മക്കൾ ഉണ്ടാവുക. അൻതലിദൽ അമതു റബ്ബതഹാ, സ്വാഭാവികമായി മക്കളെ നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കളാണ്. മക്കൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കേണ്ടത്, മക്കളെ ഉപദേശിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതിനു പകരം മാതാപിതാക്കളെ മക്കള് നിയന്ത്രിക്കുക, മക്കള് പറഞ്ഞതുപോലെ മാതാപിതാക്കൾ ജീവിക്കുക, മക്കളെ പേടിച്ചു മാതാപിതാക്കൾ ജീവിക്കുക. അൻതലിദൽ അമതു റബ്ബതഹാ, മക്കളെ പേടിച്ച് മാതാപിതാക്കൾ ജീവിക്കുന്ന ഒരു കാലമായാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. ആ കാലം തന്നെയല്ലേ? മക്കളെ പേടിച്ചിട്ടല്ലേ എല്ലാ ഉപ്പയും ഉമ്മയും ജീവിക്കുന്നത്?
മക്കൾ വലിയ പേടിയാ, മക്കളോട് മിണ്ടാൻ പേടിയാ, ദേഷ്യപ്പെടാൻ പേടിയാ, കണ്ണുരുട്ടാൻ പേടിയാ. എന്തെങ്കിലും പറഞ്ഞാലോ, അടിച്ചാലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ, ദേഷ്യപ്പെട്ടാലോ, TV പൊട്ടിച്ചാലോ, വാഷ് മെഷീൻ, ഫ്രിഡ്ജ്, മൊബൈൽ ഫോൺ, ഇതൊക്കെ എറിഞ്ഞു പൊട്ടിക്കാണ് മക്കൾ. മൊബൈൽ ഫോണൊക്കെ വലിച്ചെറിഞ്ഞു പൊട്ടിക്കാണ് ഉമ്മയോടുള്ള ദേഷ്യം കൊണ്ട്. ഉമ്മ ഒന്നും മിണ്ടൂല. ഉപ്പയോടുള്ള ദേഷ്യം കൊണ്ട് ഉപ്പയും മിണ്ടൂല. അൻതലിദൽ അമതു റബ്ബതഹ. മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കൾ ഉണ്ടാവുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഅൻതറൽ ഹുഫാതൽ ഉറാതൽ ഉലാത, കാലിൽ ചെരുപ്പില്ലാത്ത, വഅൻതറൽ ഹുഫാതൽ ഉറാത, നഗ്നരായ ആളുകളെ, കാലിൽ ചെരുപ്പില്ലാത്ത നഗ്നരായ കാലിൽ ചെരുപ്പില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ജീവിക്കാൻ തന്നെ പാടുപെടുന്ന ആളുകൾ യതത്വാവലൂന ഫിൽ ബുന്യാൻ, വലിയ വലിയ ബിൽഡിങ്ങുകൾ എടുക്കുന്നത് കാണാനിടയായാൽ, ലോകം നേരെ കീഴ്മേൽ മറിയുന്നത് കാണാനിടയായാൽ, അന്നത്തെ പാവങ്ങളെല്ലാം ഇന്ന് മുതലാളിമാരാണ്. അന്നത്തെ മുതലാളിമാരിന്ന് പാവങ്ങളാണ്. അന്ന് വലിയ കൃഷിയുള്ള ആളുകൾ, നെൽകൃഷിയുള്ള ആളുകൾ അന്ന് വലിയ മുതലാളിമാരല്ലേ. നെൽകൃഷി, നെല്ലൊക്കെ കൃഷി ചെയ്ത് അതിന്റെ ഉണങ്ങിയ വൈക്കോല് അതിങ്ങനെ വെക്കും, വലിയ 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 കൂമ്പാരങ്ങളായിട്ട്. അന്നൊക്കെ കല്യാണ ആലോചനക്ക് വരുമ്പോ ഇത്ര കൂമ്പാരം നെല്ലുണ്ട് എന്ന് അങ്ങനെ പറയാ, ഇത്ര കൂമ്പാരം വൈക്കോലുണ്ട് എങ്കിൽ വലിയ ക്രെഡിറ്റ് ആണ്. ഇന്നാണെങ്കിലോ അവിടെ റിയൽ എസ്റ്റേറ്റ്, അവിടെ ബിൽഡിംഗ് ഉണ്ട്, അവിടെ സ്വത്തുണ്ട്, ഗൾഫിൽ ഇത്ര ഷോപ്പ് ഉണ്ട്, വീട്ടിൽ ബെൻസ് ഉണ്ട്, ഓടിയുണ്ട് എന്നങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഇന്ന് എന്തുണ്ടാവുക, കല്യാണ ചെറുക്കന്മാർ വരിക. എന്നാൽ അന്ന് വൈക്കോലിന്റെ അളവ് നോക്കിയിട്ട് ഒരു മഹത്വം പറഞ്ഞിരുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിൽ അഭിമാനം പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവരൊക്കെ പാവങ്ങളാണ്. ലോകം കീഴ്മേൽ മറിയ, ചെരുപ്പ് ധരിക്കാനില്ലാത്തവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ വലിയ വലിയ ബിൽഡിങ്ങുകൾ എടുക്കുന്നത് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ അതിന്റെ അടയാളമാണ്. ആടിനെ മേച്ചിരുന്ന ആടിനെ മേച്ച് നടന്നിരുന്നവർ ബിൽഡിങ്ങുകൾ എടുക്കാൻ വേണ്ടി മത്സരിക്കുക. എങ്ങനെ മത്സരിക്കുക? ദുബായ് പറയാണ് ഞങ്ങൾ ഏറ്റവും വലിയ ബിൽഡിംഗ് നിർമ്മിക്കും. സൗദി പറയാണ് ഞങ്ങൾ ഇതിനെ മറികടക്കും. ഖത്തർ പറയാണ് ഞങ്ങൾ ഇതിനെ മറികടക്കും. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ ബിൽഡിങ്ങിന്റെ വലുപ്പത്തിന്റെ പേരിൽ മത്സരിക്കുക. കഴിവിന്റെ പരമാവധി മാക്സിമം വലിയൊരു ബിൽഡിംഗ് ആണ് സൗദി നിർമ്മിച്ചത്, ക്ലോക്ക് ടവർ. എന്നാൽ അതിനേക്കാളും വലിയൊരു ബിൽഡിംഗ് ദുബായ് നിർമ്മിച്ചു. ഇനിയും മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇവരാരായിരുന്നു? ഇവരൊക്കെ ആടിനെ മേച്ചു നടന്നിരുന്ന, ഉടുതുണിക്കും മറുതുണിയില്ലാത്ത പട്ടിണി പാവങ്ങളായിരുന്നു. യതത്വാവലൂന ഫിൽ ബുന്യാൻ വഅൻതറൽ ഹുഫാതൽ ഉറാത റിആഅശ്ശായി, കാലിൽ ചെരുപ്പില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആട്ടിടയന്മാർ വലിയ വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത് കാണാനിടയായാൽ, നിർമ്മാണങ്ങളിൽ മത്സരിക്കുന്നത് കാണാനിടയായാൽ, ചെറ്റക്കൂരയിൽ ജീവിച്ചിരുന്നവർ ഇന്ന് വലിയ മണിമാളികകളിൽ വളരെ മനോഹരമായി സുഖിച്ചുറങ്ങുന്നത്, അഥവാ ലോകം കീഴ്മേൽ മറിയുന്നത് കാണാനിടയായാൽ അത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന മക്കളുണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ് എന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം വന്നു, എന്നാൽ പറയണം അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴാണ് പറഞ്ഞത് അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നേരിട്ട് കാണുന്നത് പോലെ നിസ്കരിക്കുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യുക. ഇനി അല്ലാഹുവിനെ നിനക്ക് കാണുന്നില്ല, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ അല്ലാഹുവിനെ നിനക്ക് കാണുന്നില്ലെങ്കിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കുക. നിന്നെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ നിസ്കാരം, നിന്റെ ഓരോ മൂവ്മെന്റും, നിന്റെ ഓരോ നീക്കുപോക്കുകളും, നിന്റെ ഓരോ ചലനങ്ങളും എല്ലാം അല്ലാഹു നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടാവുക. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നത്, പൊന്നുമോനെ, ആരും കാണാതെ ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് നീ ഒരു തെറ്റു ചെയ്താൽ അത് അല്ലാഹു അറിയുമോ എന്നാണോ നീ ചോദിക്കുന്നത്? ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലകളിലേക്ക്
ചെറിയ ഒരു കടുകുമണി വലിച്ചെറിഞ്ഞാൽ പോലും അതുപോലും കണ്ടെത്താൻ അല്ലാഹുവിന് കഴിയും. അല്ലാഹുവിന് അറിയാത്തതൊന്നുമില്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. മനുഷ്യന്റെ ഹൃദയത്തിലെ കട്ടുനോട്ടം അല്ലാഹു കാണുന്നുണ്ട് എന്നാണ്. മനുഷ്യന്റെ കട്ടുനോട്ടം അല്ലാഹു കാണുന്നുണ്ട്. കട്ടുനോട്ടം അഥവാ ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഞാൻ ആരെയൊക്കെ നോക്കുന്നുണ്ട്, അത് അല്ലാഹു കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ഒരു മനുഷ്യന്റെ കട്ടുനോട്ടം അല്ലാഹു കാണുന്നുണ്ട്. അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളും അല്ലാഹു കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് അല്ലാഹു അറിയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അല്ലാഹു അത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ അല്ലാഹു അറിയുന്നുണ്ട്. അതാർക്കെങ്കിലും അറിയോ? ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ ഞാനിപ്പോഴെന്താ ചിന്തിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? അറിയോ? എനിക്കറിയില്ല. കുറച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എന്താ ആ സമയത്ത് ചിന്തിച്ചത്. പക്ഷെ അല്ലാഹുവിനറിയും. അല്ലാഹു അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. മനുഷ്യന്റെ കട്ടുനോട്ടം, അവന്റെ കണ്ണെവിടേക്കൊക്കെ പോകുന്നുണ്ട് എന്ന് അല്ലാഹു വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. അതേപോലെ വമാ തുഖ്ഫിസ് സുദൂർ, അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകളും അല്ലാഹു അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നിങ്ങൾ മറച്ചു വെച്ചാലും ശരി, ഇനി പരസ്യമാക്കിയാലും ശരി, അല്ലാഹു തആല യുഹാസിബുക്കും ബിഹില്ലാ, നാളെ ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ. ഇപ്പൊ എനിക്ക് നിങ്ങളിൽ ഒരാൾ 4 പൊട്ടിക്കണം എന്ന് മനസ്സിലുണ്ട്, ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് 4 പൊട്ടിക്കണം എന്ന് എന്റെ മനസ്സിൽ വലിയ ആഗ്രഹമാണ്. പക്ഷെ ഞാനത് പ്രവർത്തിച്ചില്ല. ആഗ്രഹിച്ചിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടില്ല. അല്ലാഹു ഇതറിയും. അല്ലാഹു ചോദ്യം ചെയ്യുകയും ചെയ്യും, എന്തിനാ അങ്ങനെ ചിന്തിച്ചത്? ഇനി ഞാൻ പ്രവർത്തിച്ചാലോ? അത് സ്വാഭാവികമായിട്ടും അറിയും. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിലും ശരി, പ്രവർത്തിച്ചാലും ശരി. വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തെങ്കിലും അടിച്ചു മാറ്റണം, മോഷിക്കണം, എവിടെയെങ്കിലും കൊള്ളയടിക്കണം എന്നുള്ള ആഗ്രഹം. അത് അല്ലാഹു അറിയും. നീ പ്രവർത്തിച്ചാലും ശരി, പ്രവർത്തിച്ചില്ലെങ്കിലും ശരി, യുഹാസിബുക്കും ബിഹില്ലാ, അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാ പറഞ്ഞത്. ആരെങ്കിലും വ്യഭിചരിക്കണമെന്ന് മനസ്സിൽ ചിന്തയുണ്ട്, നീ വ്യഭിചരിച്ചില്ല, മനസ്സിൽ ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യുഹാസിബുക്കും ബിഹില്ലാ, അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. യുഹാസിബുക്കും ബിഹില്ലാ, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെയോ ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും. അല്ലാഹു ചില ആളുകളെ അതിന്റെ പേരിൽ ശിക്ഷിക്കാനും സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ആയത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരാറുണ്ട്. ഹൃദയത്തിലൂടെ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വേണ്ടാത്ത ചിന്തകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നല്ല ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി ഒരു തെറ്റുമില്ലാതെ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടുകൂടി വളരെ സ്വീകാര്യമായ രീതിയിൽ പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ വാല് റമദാൻ ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി നല്ല സ്ഫുടികം പോലെ തിളങ്ങുന്ന ഒരു ഹൃദയമായി, കറകളില്ലാത്ത ഹൃദയമായി റമദാനിനെ നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുകയാണ്, നിങ്ങളുടെ അമൽ എത്ര ചെറുതായാലും ശരി, എത്ര ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തയായാലും ശരി, അല്ലാഹു തആല നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാളായാൽ, ലോകാവസാനം സംഭവിച്ചാൽ ഓരോ ആളുകളുടെ അമലുകളെയും അല്ലാഹു കൊണ്ടുവരുമെന്നാണ്. ഓരോ ആളുകളുടെയും അമലുകളെ അല്ലാഹു കൊണ്ടുവരുമെന്നാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾ ഇന്നത്തെ ഈ കാലികമായ റീസെന്റ് സമയത്തുള്ള ടെക്നോളജിയുമായി ഒന്ന് സാമ്യപ്പെടുത്തുക. ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ ഇന്നത്തെ ടെക്നോളജിയുമായി സാമ്യപ്പെടുത്തുക.
ഈ കിതാബ് വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാളിൽ ഓരോ ആളുകളുടെ ഫയലുകളും അല്ലാഹു കൊണ്ടുവരും. ഇപ്പൊ എന്റെ ഒരു ഫയലുണ്ട്, നിങ്ങളുടെ ഫയലുകളുണ്ട്. ഇതൊക്കെ ഒരു ചിപ്പായി, ഒരു മെമ്മറി കാർഡായി, അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കായി അല്ലാഹു എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടെന്നാണ്. നമ്മൾ ചെയ്യുന്നത് ഞാൻ വ്യക്തമായി വിശദീകരിക്കാം, ഓരോന്ന് വിശദീകരിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിന്തിക്കുന്നത് വരെ അള്ളാഹു റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡായി, ഫയലുകളായി അള്ളാഹു സൂക്ഷിക്കുന്നുണ്ട്. ആ ഫയലുകൾ എങ്ങനെയാവാം? കിതാബ് തന്നെ ആവണമെന്നില്ല, അതൊരു ലൈവായ വീഡിയോകളാവാം. നമ്മുടെ ലൈവ് വീഡിയോകൾ, നമ്മൾ നടന്നു പോകുന്നത്, നമ്മൾ മോഷ്ടിക്കുന്നത്, നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്നത്, വ്യഭിചരിക്കുന്നത് എല്ലാം അള്ളാഹു റെക്കോർഡ് ചെയ്യും. നാളെ മഹ്ശറയിൽ കിതാബ് വായിക്കണമെന്നില്ല, ആ വീഡിയോകൾ നിങ്ങളെ കാണിച്ചാൽ മതി. നമ്മളുടെ ഓരോ ജനനം മുതൽ മരണം വരെയുള്ള വീഡിയോകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയുള്ള സാറ്റലൈറ്റുകൾ വരെ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അള്ളാഹുവിന് വലിയ പണിയാണോ? ഇവിടെ ലോകത്തുള്ള ഇന്ത്യ രാജ്യത്തിന്റെ സാറ്റലൈറ്റുകൾ വരെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അള്ളാഹു ഒരു സാറ്റലൈറ്റ് അല്ല, വ്യത്യസ്തമായ ആളുകളെ സർവ്വവിധ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം റെക്കോർഡിംഗ് ആണ്, ഒന്നുപോലും വിട്ടുകളയൂല. എന്നിട്ട് ആ മരണസമയത്ത് എല്ലാ ഫയലുകളും ഒരുമിച്ച് ഒരു ഹാർഡ് ഡിസ്കായി നമ്മുടെ ഷോൾഡറിൽ അള്ളാഹു തൂക്കുമെന്നാണ്. നാളെ ഖിയാമത്ത് നാളിൽ, ലോകാവസാനത്തിൽ ഷോൾഡറിൽ അള്ളാഹു തൂക്കിത്തരുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമഹ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഓരോ ആളുകൾക്കും അവരവരുടെ ഫഅലുകൾ നൽകും. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, അല്ലാഹു ഒരാളെയും ആക്രമിക്കുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ നതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. തെറ്റു ചെയ്ത ആളുകൾക്ക് ശിക്ഷ നൽകാതെ മാപ്പ് നൽകിയേക്കാം. ശ്രദ്ധിക്കണം, ഒരാള് ഹറാം ഒരു തെറ്റു ചെയ്തു, അയാൾ മരിച്ചുപോയി, അള്ളാഹു അയാളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടു, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അത് അനീതിയാണോ? ഒരാൾ ഹെൽമെറ്റ് ധരിക്കാതെ വരുന്നുണ്ട്, ഇലക്ഷൻ ആയതുകൊണ്ട് ഓരോ കിലോമീറ്ററിലും പോലീസുകാർ വണ്ടി വെച്ച് കാത്തിരിക്കുകയാണ്. പോലീസുകാർ കൈകാട്ടി, എന്താടോ ഹെൽമെറ്റ് ധരിക്കാത്ത? സോറി സാർ, ഇനി ഞാൻ ഹെൽമെറ്റ് ധരിക്കാതെ ഒരിക്കലും പോവില്ല, ഞാൻ ഇന്ന് തന്നെ വാങ്ങിയിട്ട് ധരിച്ചോളാം. പോലീസുകാരൻ വെറുതെ വിട്ടു. അത് അനീതിയാണോ? അത് അയാൾ നീതിയാണത്. നീ ഇനി മുതൽ ധരിക്കും, ഓക്കെ കുഴപ്പമില്ല, വിട്ടു അയാൾ. അതൊരു നീതിയാണ്, അനീതിയല്ല. പോലീസുകാരൻ വെറുതെ വിട്ടു, നീ ഇനി മുതൽ നന്നാണെന്ന് പറഞ്ഞു. എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് പോലീസ് അടുത്ത ആള് വന്നു, അയാളെ പിടിച്ചു, അയാൾക്ക് ഫൈൻ നൽകി. അത് അനീതിയാണോ? അതും നീതി തന്നെയാണ്. എന്നാ കുറച്ച് കഴിഞ്ഞ് വേറൊരാൾ ഹെൽമെറ്റും ധരിച്ചു വന്നു. ഹെൽമെറ്റ് ധരിച്ചു വന്ന ഒരാൾ, പോലീസുകാരൻ വന്നിട്ട് അയാളെ ചെക്ക് ചെയ്തു, ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ എന്തിനാ ഫൈൻ എടുക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. അവസാനം പറഞ്ഞു നീ 90 സ്പീഡിൽ ഉണ്ടായിരുന്നു. സത്യത്തിൽ അയാൾ 75 സ്പീഡിൽ ഉണ്ടായിട്ടുള്ളൂ. അയാൾക്ക് വെറുതെ അനാവശ്യമായിട്ട് 400 ഫൈൻ നൽകി. അത് അനീതിയാണ്, അത് അക്രമമാണ്. മനസ്സിലാക്കണം. തെറ്റു ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അക്രമമാണ്. തെറ്റു ചെയ്ത ഒരാൾക്ക് മാപ്പ് നൽകുക എന്നുള്ളത് സ്വാഭാവിക ഒരു മനുഷ്യന്റെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. എന്നെ ഒരാൾ അടിച്ചു, ഞാൻ തിരിച്ചടിച്ചില്ല, ഞാൻ അയാൾക്ക് മാപ്പ് നൽകി. അതെന്റെ സ്വഭാവത്തിന്റെ ലക്ഷണമാണ്, സ്വൽസ്വഭാവത്തിന്റെ ലക്ഷണമാണ്. എന്നെ അടിച്ച ഒരാൾക്ക് തിരിച്ചടിച്ചു ഞാൻ, അത് നീതിയാണ്. എന്നെ അടിക്കാത്ത ഒരാളെ ഞാൻ പോയി അടിച്ചു, അത് അനീതിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരാളെയും ആക്രമിക്കില്ല. അഥവാ തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു നാളെ ശിക്ഷിക്കൂല. തെറ്റു ചെയ്യാത്ത ഒരാളെ ഒരു അല്ലാഹു ചോദ്യം ചെയ്യുക പോലുമില്ല. അല്ലാഹു അവർക്ക് ചെറിയ ഒരു അക്രമം പോലും നൽകൂല, തെറ്റു ചെയ്യാത്തവർ. എന്നാൽ തെറ്റു ചെയ്ത ആളുകളെ അല്ലാഹു മാപ്പ് നൽകാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുതലാളിയുടെ കഥ പറയുന്നുണ്ട്. വലിയൊരു മുതലാളിയാണ്, നാട്ടിലെ വലിയൊരു ധർമ്മിഷ്ഠനാണ് അയാൾ. പക്ഷേ ജീവിതത്തിൽ ഒരു നന്മ പോലും അയാൾ ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ഒരാളല്ല. അയാളിലുണ്ടായിരുന്ന ആകെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അയാൾ കടം ചോദിച്ചു വരുന്ന ആളുകൾക്കെല്ലാം കടം കൊടുക്കാറുണ്ടായിരുന്നു. എനിക്കൊരു 10,000 വേണമെന്ന് പറഞ്ഞാൽ 10,000 കൊടുക്കും. എപ്പോഴാ തരാ? ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 10 ആകുമ്പോൾ ഞാൻ തരാം. അടുത്ത ആള് വന്നു, എനിക്ക് കുറച്ച് എത്ര വേണം? 50,000 പിടിച്ചു. എപ്പോഴാ തരാ? ഞാനൊരു ജൂൺ മാസത്തിൽ തരാം. ഓക്കെ. അങ്ങനെ ഏപ്രിൽ 10 ആകുമ്പോ കടം വാങ്ങാൻ വേണ്ടി പണിക്കാരെ അങ്ങോട്ടയക്കും, ജോലിക്കാരയക്കും. കടം ഇന്നാലിന്ന് അയാൾ തരാനുണ്ട്. അപ്പൊ ജോലിക്കാരോട് പറയും, അയാൾക്ക് കടം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ വാശി പിടിച്ചിട്ട് പേടിപ്പിച്ചിട്ടൊന്നും വാങ്ങരുത് കേട്ടോ.
അവർക്ക് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കണം. സമയം കഴിയുമെങ്കിൽ വാങ്ങിക്കോ, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ. അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ കുറച്ച് അവർക്ക് താമസം കൊടുക്കില്ല. ഇതേപോലെ അള്ളാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ജൂൺ മാസമാകുമ്പോൾ അടുത്ത ആളെ കാണാൻ പോയി. അയാളോടും പറഞ്ഞു, കഴിയുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ, അല്ലാതെ കഴിയില്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് വാങ്ങരുതേ. ഇതൊരു കാരണത്താൽ അള്ളാഹു നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാലോ. അങ്ങനെ എല്ലാവർക്കും കടം കൊടുക്കും. കടം തിരിച്ചു തരാൻ പ്രയാസമുണ്ടായാൽ അവർക്ക് സമയം നീട്ടിക്കൊടുക്കും. ഈ ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ മുതലാളി. വേറെ ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. അയാൾ മരണപ്പെട്ടു പോയി. ആ ഒരു രംഗം അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അയാൾ മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹു അയാളെ ചോദ്യം ചെയ്യുകയാണ്, എന്തെങ്കിലും ഒരു നന്മ നീ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ എന്ന്. ആ സമയത്താണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആളുകൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. പ്രയാസം തോന്നുന്ന ആളുകൾക്ക് ഞാൻ സമയം നീട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു, കാലാവധി നീട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായത്, നീ എനിക്ക് മാപ്പ് തന്നാൽ മതി, ഇതേപോലെ നീയും എനിക്ക് മാപ്പ് തന്നാൽ ഞാൻ രക്ഷപ്പെടുമല്ലോ എന്ന ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. ഈ ഒരു അമല് കാരണത്താൽ നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തന്ന് നിനക്ക് ഞാൻ സ്വർഗം നൽകുകയാണ് എന്ന് അള്ളാഹു അയാളോട് പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അയാൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്. അള്ളാഹു അയാൾക്ക് മാപ്പ് നൽകി. അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണത്. അതേപോലെ വേറെ ഒരാൾ നിരന്തരമായി കള്ളു കുടിച്ചിരുന്ന ഒരാൾ, നിരന്തരമായി കുടിയൻ, മഹാകുടിയന് 4 കാലിലേ അയാൾ നടന്നിട്ടുള്ളൂ. അയാളോട് മഹാനായ അബൂ ഹനീഫ ഇമാം പോയിട്ട് പറഞ്ഞു, മോനെ, ഈ കുടിയൊന്നും ശരിയാവൂലേ, ഇതൊക്കെ നിർത്താനുള്ള സമയമായിട്ടുണ്ട്, ഇതൊക്കെ നിർത്തണം എന്ന് പറഞ്ഞു. അബൂ ഹനീഫ ഇമാമിനോട് കുടിയൻ പറഞ്ഞു, അല്ല മൗലിയാരെ, നിങ്ങളെ ഖബറിലേക്ക് ഞാൻ വരുന്നില്ലല്ലോ, എന്റെ ഖബറിലേക്ക് നിങ്ങളും വരുന്നില്ലല്ലോ, നിങ്ങളെ പണി നോക്കിയാൽ മതി, എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. അബൂ ഹനീഫ ഇമാമിന് വലിയ വിഷമമായി ഇത് കേട്ടപ്പോ. സ്വാഭാവികമായി ആർക്കും വിഷമം തോന്നൂലേ, ഉപദേശിക്കുമ്പോ ചീത്ത പറഞ്ഞാൽ വലിയ വിഷമമായി. പിന്നെ ഉപദേശിക്കാനൊന്നും പോയില്ല. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആ കുടിയൻ മരിച്ചു പോവുകയാണ്, ആ കുടിയൻ മരണപ്പെട്ടു പോവുകയാണ്. ആ സമയത്ത് കുടിയന്റെ ഭാര്യ നേരെ അബൂ ഹനീഫ ഇമാമിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. സാദേ, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണം, നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കണം. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ഈ കുടിയെ മയ്യിത്ത് നിസ്കരിക്കാനോ, എന്നെ കിട്ടൂല, വേറെ ആളെ നോക്കുമെന്ന് പറഞ്ഞു. പോയില്ല, മയ്യിത്ത് നിസ്കരിക്കാൻ പോയില്ല. അങ്ങനെ മയ്യിത്താരോ നിസ്കരിച്ചു, മറമാടി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാം സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ഈ കുടിയൻ 4 നേരം കുടിച്ചു നടന്നിരുന്ന ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ മനോഹരമായ സ്വർഗത്തിൽ, ഉദ്യാനങ്ങളിൽ, മനോഹരമായ പൂന്തോട്ടത്തിൽ ഇങ്ങനെ ഉലാത്തി നടക്കുകയാണ്, അടിച്ചുപൊളിച്ച് നടക്കുകയാണ്. എങ്ങനെ ലാവിഷായി അടിച്ചുപൊളിച്ച് നടക്കാണ് തോട്ടത്തിൽ, സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽ. എന്നിട്ട് അയാൾ ഇടയ്ക്കിടെ പറയുന്നുണ്ട്, ഖൂലൂലി അബീ ഹനീഫ, നിങ്ങൾ അബൂ ഹനീഫയോട് പറ, എന്ത്? ഇന്നൽ ജന്നത ലം യഅമൽ ബിയദിഹി, സ്വർഗമെന്നുള്ളത് അബൂ ഹനീഫ നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല എന്ന് അബൂ ഹനീഫ ഇമാമിനോട് പറ. സ്വർഗം നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല, നിങ്ങളുടെ കൈകൾ കൊണ്ടല്ല സ്വർഗമുണ്ടാക്കിയത്, ഇത് അള്ളാഹുവാണ് ഉണ്ടാക്കിയത് എന്ന് അബൂ ഹനീഫയോട് പോയി പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. സ്വർഗത്തിൽ വെച്ച് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു മഹാനായ അബൂ ഹനീഫ ഇമാം. പിറ്റേ ദിവസം രാവിലെ നേരെ ആ കള്ളുകുടിയന്റെ വീട്ടിലേക്ക് പോയി. അവിടുത്തെ ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നോ എന്ന്, നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രത്യേകമായ അമലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന്. പെണ്ണ് പറഞ്ഞു, എന്തിനാ ഈ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുന്നത്, മരിച്ചുപോയ ആളുകൾ എന്തിനാ നിങ്ങൾ വെറുതെ ചോദിക്കുന്നത്? അല്ല, നിങ്ങൾ പറയണം, എന്തെങ്കിലും നിങ്ങൾക്കറിയുമോ, എന്തെങ്കിലും ഒരു നന്മ. നന്മ എന്ന് പറയാനൊന്നുമില്ല. എല്ലാ ആഴ്ചയിലും ഒരു തവണ നമ്മുടെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ള ആ ഗ്രാമത്തിലെ യത്തീം മക്കളുടെ അടുത്തേക്ക് അയാൾ പോകാറുണ്ടായിരുന്നു. നല്ല മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കി യത്തീം മക്കൾക്ക് കൊടുക്കും. എന്നിട്ട് യത്തീം മക്കളോട് പറയും, ഈ സഹോദരനെ, ഈ ജ്യേഷ്ഠനെ നിങ്ങൾ മറന്നു പോവരുതേ, ഈ ജ്യേഷ്ഠന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് എല്ലാ ആഴ്ചയും എന്റെ ഭർത്താവ് പോയി ഭക്ഷണം ഉണ്ടാക്കി യത്തീം മക്കളോട് ദുആ ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു.
അപ്പോഴാണ് മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞത്, എന്നാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഭർത്താവ് കുടിയനാണെങ്കിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭർത്താവിന് സ്വർഗ്ഗം നൽകിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റു ചെയ്ത ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ കാരണത്താൽ, അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തനം കാരണത്താൽ, എന്തെങ്കിലും ഒരു പ്രവർത്തനം അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടും. നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു വ്യഭിചാരി സ്വർഗത്തിലെത്തിയിട്ടില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു മൃഗത്തെ സഹായിച്ചു, മനുഷ്യനെ സഹായിച്ചു, രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു, വീടില്ലാത്തവന് വീട് വെച്ചു കൊടുത്തു. ഇവിടെ നമ്മുടെ മഹല്ലിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകൾ മാസം തോറും രോഗികളായ ആളുകൾക്ക് 500 കൊടുക്കുന്നുണ്ട്. അങ്ങനെ 50,000 രൂപയോളം മാസം ചെലവാണ്. അങ്ങനല്ലേ അല്ലേ? അതേപോലെ പാവങ്ങളായ ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന സ്ഥലം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, അതിനും ചെലവുണ്ട്. അപ്പൊ അങ്ങനെ ഞാനും എന്റെ വക 500 കൊടുക്കണം. എല്ലാ മാസം കൊടുക്കണമെന്നില്ല, ഒരു തവണ കൊടുത്താൽ മതി. ഈ ഒരു പ്രവർത്തനം മതി നിങ്ങളുടെ മനസ്സിന്റെ ആ കാരുണ്യം കൊണ്ട് ജീവിതത്തിൽ ചെയ്ത സകലമായ തെറ്റുകളെയും വലിച്ചെറിഞ്ഞ് അള്ളാഹു സ്വർഗം നൽകാൻ. ജീവിതത്തിൽ ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ മതി. വ്യഭിചാരിയായ പെണ്ണ്, ജീവിതത്തിൽ അനാചാരം മാത്രം ചെയ്ത പെണ്ണ്, അവള് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കാരണം എന്താ? ഒരു പാവപ്പെട്ട നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താലാണ്. ഇതുപോലെ എത്രയോ മഹാന്മാർ, എത്രയോ ആളുകൾ ജീവിതത്തിൽ നിറയെ തെറ്റു ചെയ്തവരാണ്. പക്ഷേ സ്വഭാവം ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറിയതിന്റെ പേരിൽ, മൃഗങ്ങളോട് മാന്യമായി പെരുമാറിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൽപ്രവർത്തനം, ചാരിറ്റി പ്രവർത്തനം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ പേരിൽ അള്ളാഹു സ്വർഗം നൽകിയ അനുഭവങ്ങൾ ഇഷ്ടം പോലെ കാണാൻ കഴിയും. എന്തിനേറെ, ജനങ്ങൾക്ക് ശല്യമാകുന്ന ഒരു മരം വെട്ടി മാറ്റിയതിന്റെ പേരിൽ അള്ളാഹു ഒരാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജനങ്ങൾക്ക് ശല്യമാകുന്ന ഒരു മരം വെട്ടി മാറ്റിയതിന്റെ പേരിൽ അള്ളാഹു ഒരാൾക്ക് സ്വർഗം നൽകിയത് ഹദീസുകളിൽ കാണാം. അതേപോലെ മരം നട്ടു വളർത്തിയതിന്റെ പേരിലും ഒരാൾ സ്വർഗത്തിലെത്തിയത് കാണാം. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ആരായാലും ശരി, കുടുംബക്കാരായാലും ശരി, നിങ്ങളുടെ നാട്ടുകാരായാലും ശരി, നിങ്ങളുടെ സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ നിങ്ങളുടെ മതമോ ഏതായിക്കോട്ടെ, മനുഷ്യരായാലും മൃഗങ്ങളായാലും അവരോട് നന്മ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നാളെ സ്വർഗത്തിന്റെ മനോഹരമായ സുഖങ്ങൾ ആസ്വദിക്കാൻ വളരെ പ്രധാനപ്പെട്ട അമലിൽപ്പെട്ട ഒന്നാണിത്. അതുകൊണ്ട് ജീവിതത്തിന്റെ സ്വഭാവം നന്നാക്കി ജനങ്ങളോട് മാന്യമായി പെരുമാറാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, ഒരാൾ തെറ്റു ചെയ്യാതെ അള്ളാഹു ഒരാളെ ശിക്ഷിക്കുകയേ ഇല്ല. എടാ നീ അങ്ങനെ ചെയ്തില്ലയോ എന്ന് പറഞ്ഞ് അള്ളാഹു ശിക്ഷിക്കുകയില്ല. തെറ്റു ചെയ്യാത്ത ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ഇവിടെ ജയിലിൽ കിടത്തുന്നത് പോലെ തെറ്റു ചെയ്യാത്ത ആളുകളെ ഒരു കാരണവശാലും അള്ളാഹു ശിക്ഷിക്കൂല. എന്നാൽ തെറ്റു ചെയ്ത ആളുകൾക്ക് വരെ അള്ളാഹു നിരുപാധികം മാപ്പ് നൽകിയേക്കാം. പക്ഷെ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. നമ്മൾക്ക് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുമെന്ന് നമ്മൾക്ക് ഉറപ്പിക്കണമെങ്കിൽ, ഖബർ ജീവിതം സന്തോഷത്തിലാകുമെന്ന് ഉറപ്പിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കള്ളുകുടിയൻ സ്വർഗത്തിലെത്തി, അയാൾക്ക് മരിക്കുന്നത് വരെ ഒരു ഉറപ്പില്ല അയാൾ സ്വർഗത്തിലെത്തും എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ കള്ളും കുടിച്ച് ജീവിച്ചാ രക്ഷപ്പെടാൻ കഴിയോ? അയാളെത്തിയില്ല, ഞാൻ എത്തും എന്നൊക്കെ വിചാരിച്ചിട്ട് കള്ളൊക്കെ കുടിച്ച് തോന്നിവാസൊക്കെ ചെയ്ത് ജീവിച്ച് ഏതെങ്കിലും എപ്പോഴെങ്കിലും സദഖ പറയുമ്പോൾ 100 രൂപയും കൊടുത്തിട്ട് ഞാൻ നാളെ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞ് അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ? അതുകൊണ്ട് നമ്മൾക്ക് നാളെ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പ് വേണമെങ്കിൽ പൂർണ്ണമായി തൗബ ചെയ്ത് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. അഥവാ എന്ത് തെറ്റുകളായാലും ആ തെറ്റുകളെ ബാക്കി വെക്കാതെ എല്ലാം മായ്ച്ചു കളഞ്ഞ് സർവ്വസമയവും ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഒരു തെറ്റ് പോലും നമ്മളിൽ ഇല്ലാതെ ജീവിച്ചാൽ മാത്രമേ നമ്മൾക്ക് അള്ളാഹുവിന്റെ സ്വർഗം ആസ്വദിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണം, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ സിസി ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാവരും നല്ല അച്ചടക്കം പാലിക്കും, അല്ലേ? ഇത് സിസി ക്യാമറയുള്ള സ്ഥലമാണ്, ദയവ് ചെയ്ത് ഇവിടെ വേസ്റ്റുകൾ നിങ്ങൾ തള്ളരുത് എന്ന് ചില സ്ഥലത്ത് ബോർഡ് വെക്കും. അങ്ങനെ വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ആരും അവിടെ തള്ളൂല. സത്യത്തിൽ അവിടെ സിസി ക്യാമറ ഒന്നും ഉണ്ടാവൂല. മനസ്സിലായ? എന്നാൽ ചില സ്ഥലത്ത് ബോർഡൊന്നും വെക്കൂല, സിസി ക്യാമറ ഉണ്ട് എന്നുള്ള ബോർഡ് വെക്കൂല, പക്ഷെ അവിടെ സിസി ക്യാമറ ഉണ്ടാകും. അപ്പൊ ആളുകൾ കൊണ്ടുപോയി തള്ളും, അയാൾ പിടിക്കപ്പെടും. മനസ്സിലായ? നിങ്ങളുടെ പള്ളിയിലേക്ക് ഒരു മോഷ്ടാവ് വന്നു എന്ന് സങ്കല്പിക്കും, ഒരു കള്ളൻ. ഭണ്ഡാരപ്പെട്ടി ഉണ്ടോ പള്ളിയില്? ആ ഭണ്ഡാരപ്പെട്ടി ഇങ്ങനെ അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് വന്നു. അയാൾ ഭണ്ഡാരപ്പെട്ടി അടിച്ചു മാറ്റി അയാൾ പോയി നോക്കുമ്പോ രാവിലെ പള്ളിക്ക് വരുമ്പോ എന്തില്ല, നിങ്ങളെ പള്ളിയിലെ ഭണ്ഡാരപ്പെട്ടി ഇല്ല. അപ്പൊ ആരാ ഇത്? ആരെന്നറിയില്ല.
അങ്ങനെ CC ക്യാമറ മൊത്തം ഫയലുകൾ നോക്കി. അപ്പോഴാണ് ഒരു ചുവന്ന കുപ്പായം ഇട്ട് ഒരു ഹാഫ് ട്രൗസർ ഇട്ട് ഒരു ബൈക്കിൽ ഹെൽമെറ്റും വെച്ച് ഒരാൾ വരുന്നത് ഇങ്ങനെ കാണാനിടയായത്. ആളെ തിരിയുന്നില്ല, പക്ഷെ വണ്ടിയുടെ നമ്പർ കിട്ടി. CC ക്യാമറയിൽ നമ്പർ പതിഞ്ഞു. അയാൾ പോയി. നമ്മള് നമ്പർ നോട്ട് ചെയ്തു, ആളെ പിടിച്ചു. അയാളോട് പറഞ്ഞു, നീ ഇന്നലെ നമ്മുടെ പള്ളിയിൽ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നലെ എവിടെയോ അങ്ങ് എറണാകുളം ഭാഗത്തായിരുന്നു. ഞാൻ നിങ്ങളെ അങ്ങ് കോട്ടയത്തേക്ക് വരിക, എരുമേലിക്ക് വരിക, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ അയാൾ ചോദിക്കും. നമ്മൾ അങ്ങനെ ചോദിച്ചാൽ ഉറപ്പാണോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ അയാൾക്ക് ഇന്നലെ റെക്കോർഡ് ചെയ്ത CC ക്യാമറയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുക. ഈ വണ്ടി നിങ്ങളുടേതല്ലേ, ഇത് നിങ്ങളല്ലേ? അപ്പൊ നിഷേധിക്കാൻ കഴിയില്ല. വീഡിയോ കാണുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്ത് എല്ലാം നമ്മൾക്ക് വീഡിയോ സഹിതം അല്ലാഹു നാളെ കാണിച്ചു തന്നാൽ നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഞാൻ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്, ഞാനത് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയും? അതുകൊണ്ട് അല്ലാഹു തആല ഈ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഒരു ക്യാമറ പോലെ അല്ലാഹു റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അല്ലാഹു പറയാണ് പരിശുദ്ധമായ സൂറത്തുൽ മുജാദലയിൽ, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂഹു വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, എല്ലാ ആളുകളെയും അല്ലാഹു തആല നാളെ പുനർജനിപ്പിക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. എപ്പോഴാ പുനർജനിപ്പിക്കുക? ലോകാവസാനം സംഭവിച്ച സൂർ എന്ന കാഹളത്തിൽ അല്ലാഹു തആല രണ്ടാമതൊന്ന് ഊതുന്ന സമയം, എല്ലാവരും പുനർജനിക്കുന്ന സമയം നിങ്ങൾ ഓർക്കുക. ഖബറിൽ നിന്നെല്ലാം ആളുകൾ കൂട്ടം കൂട്ടമായി അഷ്താതൻ ലിയുറൗ അഅമാലഹും, നരകത്തിലാണോ സ്വർഗ്ഗത്തിലാണോ എന്നറിയാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ആളുകൾ നാളെ മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂടിയാൽ ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്തതെല്ലാം അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. 60 വയസ്സ് വരെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ 60 വർഷത്തെ ഫയൽ അല്ലാഹു അയാളുടെ കയ്യിൽ കൊടുക്കും. നിങ്ങൾ 60 വർഷമേ ജീവിച്ചിട്ടുള്ളൂ, 60 വർഷത്തെ ഫയൽ, മരിക്കുന്നത് വരെയുള്ള ഫയൽ അല്ലാഹു നിങ്ങളുടെ കയ്യിൽ തരും. അഹ്സാഹുല്ലാഹ്, എല്ലാം അല്ലാഹു റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്, എല്ലാം അല്ലാഹു റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. വനസൂ, പക്ഷേ നിങ്ങളത് മറന്നുപോയിട്ടുണ്ട്. നിങ്ങളുടെ 15ാമത്തെ വയസ്സിൽ ഏപ്രിൽ 3-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 15ാം വയസ്സ് പോട്ടെ, 2017, 2018 ഏപ്രിൽ 3-ാം തീയതി നിങ്ങൾ എന്താ ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? ഒരാൾക്കും പറയാൻ കഴിയില്ല. പക്ഷേ ആ ദിവസത്തെ റെക്കോർഡ്, ആ ദിവസത്തെ വീഡിയോകൾ നിങ്ങളെ കാണിക്കാൻ അള്ളാഹു റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ കയ്യിൽ ഈ റെക്കോർഡുകൾ സുലഭമാണ്. അള്ളാഹു ഈ റെക്കോർഡുകൾ നിങ്ങളെ കാണിക്കും. നിങ്ങൾ ചെയ്തത് A to Z ഒന്നുപോലും ഒഴിവാക്കാതെ അള്ളാഹു കാണിക്കും. വളരെ കൃത്യമായി അള്ളാഹു റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളത് മറന്നുപോയി, അള്ളാഹു മറക്കൂല. എന്നിട്ട് അള്ളാഹു പറയാണ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്, എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു സാക്ഷിയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ നിരീക്ഷണമാണ്. ഇങ്ങനെ എത്ര ക്യാമറകൾ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കണം. ഇത് ഒന്നാമത്തെ ക്യാമറയാണ്, ആകാശത്ത് നിന്ന് ഡയറക്റ്റ് ക്യാമറ. ഇനി രണ്ടാമത്, ഇത് മതി. അള്ളാഹുവിന് വേറെ ഒരു റെക്കോർഡിന്റെ ആവശ്യമില്ല, ഇത് തന്നെ ധാരാളമാണ്. നാളെ ചോദ്യം ചെയ്യാനും അള്ളാഹു നാളെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനും ഇത് തന്നെ ധാരാളമാണ്. പക്ഷേ ഇതിന് പുറമെ അള്ളാഹു തആല പരിശുദ്ധമായ സൂറത്തുൽ ഖാഫിൽ പറയുന്നുണ്ട്, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്, നിങ്ങളുടെ വലതു ഭാഗത്തൊരാൾ, നിങ്ങളുടെ ഇടതു ഭാഗത്തൊരാൾ ഇരുന്നു കൊണ്ട് എല്ലാം പെറുക്കിയെടുക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. രണ്ടാമത്തെ ക്യാമറ ഇവിടെയാണ്, മൂന്നാമത്തെ ക്യാമറ ഇവിടെയാണ്. ഇത് യതലഖൽ മുതലഖിയാൻ, നിങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് എല്ലാം പെറുക്കിയെടുക്കുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കണം. മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾ വാ തുറന്നാൽ, നിങ്ങൾ ചുണ്ടനക്കിയാൽ, നിങ്ങളൊന്ന് ഒരു സ്ഥലത്തേക്കൊന്ന് നീങ്ങിയാൽ, നിങ്ങളൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ, എല്ലാം മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്,
എല്ലാം ഈ റഖീബും അതീദും റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ എഴുതി വെക്കാൻ ആർക്ക് കഴിയില്ല? മലക്കിന് കഴിയില്ല, പക്ഷെ അല്ലാഹുവിന് കഴിയും. മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ മലക്കുകൾക്കറിയില്ല, അത് അല്ലാഹുവിന് അറിയും. പക്ഷെ മലക്കുകൾ ബാക്കിയുള്ള സർവ്വ പ്രവർത്തനങ്ങളും എഴുതി വെക്കുമെന്നാണ്. ഇത് യതലഖൽ മുതലഖിയാൻ, രണ്ടുപേർ നിങ്ങളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് പെറുക്കിയെടുക്കുന്ന സന്ദർഭം. മാ യൽഫിളു മിൻ ഖൗലിൻ, നിങ്ങളൊന്ന് വാ തുറന്നാൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അതെല്ലാം വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റഖീബും അതീദും സൂറത്തുൽ ഖാഫ്. അടുത്തത് സൂറത്തുൽ ഇൻഫിതാർ ആണ്. അല്ലാഹുവിന്റെ മറ്റു ചില മലക്കുകളെ അല്ലാഹു നിയോഗിക്കുന്നുണ്ട് ഓരോ ആളുകളുടെയും കൂടെ. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. മാന്യന്മാരായ രണ്ട് മലക്കുകളെ, മാന്യന്മാരായ മലക്കുകളെ എല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലാഹു നിയോഗിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ ഇൻഫിതാറിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ക്യാമറ ആകാശത്ത് നിന്ന് അല്ലാഹുവിൻ്റെത്, രണ്ടാമത്തെ ക്യാമറ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമുള്ള മലക്കുകളുടേത്. ഇനി ഇതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ റെക്കോർഡ് ചെയ്തു, ഈ രേഖകളൊക്കെ സൂക്ഷിച്ച് നാളെ മരിക്കാൻ പോവാണ് നമ്മൾ. പരിശുദ്ധമായ സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നുണ്ട്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. മരിച്ച നാളെ ഖിയാമത്ത് നാളിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെ ഷോൾഡറിൽ ഒരു വോളണ്ടിയർ കാർഡ് ഉണ്ടാവും. ഇതുപോലത്തെ ഒരു കാർഡ് ഉണ്ടാവും എല്ലാവരുടെ ഷോൾഡറിലും. കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഓരോ ആളുകളുടെ റെക്കോർഡുകളും അല്ലാഹു ഷോൾഡറിൽ ഇട്ട് തരുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളെ ഫയൽ ഷോൾഡറിൽ തൂക്കിട്ടു, അടുത്ത ആൾ പോകുമ്പോൾ അടുത്ത ആൾ. ഇപ്പൊ വോളണ്ടിയർ കാർഡൊക്കെ സ്വീകരിച്ചില്ലേ ഇവിടെ, അതേപോലെ നിങ്ങൾ സ്വീകരിക്കുകയാണ്. ഓരോ ആളുകൾക്ക് ഓരോ ഫയലുകൾ ഷോൾഡറിൽ ഇട്ട് അല്ലാഹു തരുമെന്നാണ്. അവരുടെ കഴുത്തിൽ അല്ലാഹു തൂക്കിയിടുമെന്നാണ് പറഞ്ഞത്. ഓരോ ആളുകളുടെ ഫയലുകളും, നിങ്ങളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ സെക്കൻഡുകളും റെക്കോർഡ് ചെയ്യപ്പെട്ട ഫയലുകൾ അവരവരുടെ ഷോൾഡറിൽ അല്ലാഹു തൂക്കിയിടുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഇതെല്ലാം അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളും പുറത്തു കൊണ്ടുവരുമെന്നാണ്. ഇതിനെല്ലാം പുറമെ എല്ലാ ദിവസവും സുബഹിയുടെ സമയത്ത് ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അസറിന്റെ സമയത്തും ഒരു വിഭാഗം മലക്കുകളെ അല്ലാഹു തആല എല്ലാ ദിവസവും ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ മലായികകൾ യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ. രാത്രിയിൽ അഥവാ സുബഹിയുടെ സമയമാകുമ്പോൾ ഒരു കൂട്ടം മലക്കുകൾ പള്ളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവര് തിരിച്ചു പോകുന്നത് അസറിന്റെ സമയത്താണ്. അവര് തിരിച്ചു പോകുമ്പോഴേക്കും അസറിന്റെ സമയത്ത് ഒരു വിഭാഗം മലക്കുകൾ പള്ളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവര് തിരിച്ചു പോകുന്നത് സുബഹിയുടെ സമയത്താണ്. സുബഹിയാകുമ്പോ വീണ്ടും വരും, അവർ അസറിന് പോകും. അസറിന് വേറൊരു വിഭാഗം വരും, അവര് സുബഹിക്ക് പോകും. ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ എല്ലാ ദിവസവും അല്ലാഹു തആല ദുനിയാവിലുള്ള സർവ്വ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യാൻ ഒരു കൂട്ടം മലക്കുകളെ സുബഹിയുടെ സമയത്തും അസറിന്റെ സമയത്തും പറഞ്ഞേക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര ക്യാമറയായി! അല്ലാഹുവിൻ്റേത്, റഖീബ് അതീദിൻ്റേത്. ഇതിനെല്ലാം പുറമെ സുബഹിക്ക് വരുന്ന മലക്കുകൾ, അസറിന് വരുന്ന മലക്കുകളെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. അല്ലാഹു തആല ഇവര് അസറിന് വന്നവർ സുബഹി കഴിഞ്ഞ് അല്ലാഹുവിന്റെ സമീപത്തേക്ക് പോയാൽ അവർ ചോദിക്കും, നിങ്ങൾ എരുമേലിയിൽ നിന്ന് വന്നവരല്ലേ? അതേ റബ്ബേ. കൈഫ തറക്തും ഇബാദി, എരുമേലിക്കാരെന്ത് ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കും. ഇന്ന് അസറിന് വന്ന മലക്കുകൾ നാളത്തെ സുബഹി നിസ്കാരം കഴിഞ്ഞ് റബ്ബിന്റെ അടുത്തേക്ക് പോകും. അപ്പൊ അല്ലാഹു തആല അവരോട് ചോദിക്കും, നിങ്ങൾ എരുമേലിയിൽ നിന്ന് വന്നവരല്ലേ? അതെ. കൈഫ തറക്തും ഇബാദി, എരുമേലിക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
ഫയഖൂലൂന, ആ മലക്കുകൾ പറയും, ഫയഖൂലൂന, മലക്കുകൾ അല്ലാഹുവിനോട് പറയും, തറക്നാഹും വഹും യുസല്ലൂൻ, അല്ലാഹുവേ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നിന്റെ സമീപത്തേക്ക് വരുമ്പോ എരുമേലിയിലുള്ള എല്ലാ പുരുഷന്മാരും പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, എരുമേലിയിലുള്ള എല്ലാ സ്ത്രീകളും വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണ്. നിസ്കാരക്കാരെ കുറിച്ച് അങ്ങനെ പറയും. കിടന്നുറങ്ങുന്നവരെ കുറിച്ചോ, അല്ലാഹുവേ ഞാൻ സുബഹിയുടെ സമയത്ത് വരുമ്പോൾ ചില ആളുകൾ ഓടിപ്പുതിച്ച് കിടന്നുറങ്ങുകയാണ്. അതേപോലെ അസറിന്റെ സമയത്ത് ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എത്രയോ ആളുകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ വെറുതെ സൊറ പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്. സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ നിസ്കാരത്തെ കുറിച്ച് ബോധമില്ലാത്തവർ. എല്ലാവരെ കുറിച്ചും എല്ലാ ദിവസവും വളരെ വ്യക്തമായി അസറിന്റെ സമയത്തും സുബഹിയുടെ സമയത്തും അല്ലാഹു തആലയിലേക്ക് ഈ മലക്കുകൾ കാര്യങ്ങളെല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. എത്രയായി? സുബഹിക്കൊരു വിഭാഗം, അസ്റിനൊരു വിഭാഗം. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി എല്ലാ ആഴ്ചയിലും ഒരു വിഭാഗം മലക്കുകളെ പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഒരു കൂട്ടം മലക്കുകൾ വരുന്നുണ്ട്. അതേപോലെ എല്ലാ തിങ്കളാഴ്ചയും ഒരു കൂട്ടം മലക്കുകൾ വരുന്നുണ്ട്. വ്യാഴാഴ്ച ഒരു കൂട്ടം മലക്കുകളെ പറഞ്ഞേക്കും. അതേപോലെ തിങ്കളാഴ്ചയും ഒരു കൂട്ടം മലക്കുകളെ പറഞ്ഞേക്കും. അവര് ഈ ഒരാഴ്ചയിലുള്ള എല്ലാ കണക്കുകളും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വന്ന മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കും. ഇതിനെല്ലാം പുറമെ അല്ലാഹു തആല പറയുകയാണ്, മനുഷ്യന്റെ ശരീരം എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം. നിങ്ങളുടെ ചെവി റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൈയും കാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പുറമെ നിങ്ങളുടെ ശരീരത്തിന്റെ സകലമാന ചർമ്മങ്ങളും, നമ്മുടെ ചർമ്മങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സൂറത്തു യാസീൻ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ ചുണ്ടുകൾക്ക് ഞാൻ സീൽ വെക്കുന്ന സമയം നിങ്ങൾ ഓർക്കണം. ചുണ്ടുകൾ അല്ലാഹു പൂട്ടിവെക്കുന്ന സമയം, നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങൾക്ക് ചുണ്ടിലൂടെ സംസാരിക്കാൻ കഴിയില്ല, നാവിലൂടെ സംസാരിക്കാൻ കഴിയില്ല. സ്റ്റാപ്പിൾ ചെയ്ത് അല്ലാഹു ആ ചുണ്ടുകളെ സീൽ ചെയ്തു വെക്കുമെന്നാണ്. പിന്നെ ആരാ സംസാരിക്കുന്നത്? വതുകല്ലിമുനാ ഐദീഹിം, അല്ലാഹുവിനോട് കൈകൾ സംസാരിക്കുകയാണ്. അല്ലാഹുവേ, അയാൾ പള്ളിയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, സിനിമാ തിയേറ്ററിലേക്ക് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, അയാൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, അയാൾ സ്വതക കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവേ, അയാൾ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ കൈകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കൈകൾ നാളെ അല്ലാഹുവിനോട് പറയുമെന്ന് മാത്രമല്ല, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങളുടെ കാലുകൾ കൈ പറഞ്ഞതിനെയെല്ലാം സാക്ഷി നിർത്തും. കൈ പറയും, പള്ളിയിലേക്ക് 5 നേരം പോയിട്ടുണ്ട്. കാലുകൾ പറയും, അതേ റബ്ബേ ഞാനും കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ? ഉറക്കം വരുന്നുണ്ടോ? കൈ പറയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത്? രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ കണ്ടവരുമായി ചാറ്റ് ചെയ്തത്, വാട്സപ്പ് ചാറ്റിംഗ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബേ. കാല് പറയാണ്, അതേ റബ്ബേ ഞാനും കണ്ടിട്ടുണ്ട്. തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് തസ്ബീഹ് ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാല് പറയാണ്, ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഈ കൈ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കാലും എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പരിശുദ്ധമായ സൂറത്ത് ഫുസ്സിലത്താണ്. ശ്രദ്ധിക്കണം. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. ഹത്താ ഇദാ മാ ജാഊഹാ, എല്ലാവരും നാളെ മഹ്ശറ ലോകത്തിലെത്തിയാൽ, ഷഹിദ അലൈഹിം സംഉഹും, അവരുടെ ചെവികൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുമെന്നാണ്. ചെവി പറയും അല്ലാഹുവിനോട്, ഇവിടെ നിങ്ങൾ ചെയ്ത A to Z എല്ലാ കാര്യങ്ങളും ചെവികൾ പറയും അല്ലാഹുവിനോട്. വഅബ്സാറുഹും, നിങ്ങളുടെ കണ്ണുകൾ പറയും നിങ്ങൾ ചെയ്ത A to Z എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ വജുലൂദുഹും, ശ്രദ്ധിക്കണം, ചെവി പറയും, കണ്ണ് പറയും. വജുലൂദുഹും, നിങ്ങളുടെ ചൂണ്ടം വിരൽ മുതൽ തലവരെയുള്ള എല്ലാ ചർമ്മങ്ങളും, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിലാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇതൊക്കെ സ്വഹീഹായ ആയത്തും ഹദീസും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
എന്താ ആയത്ത് പറയുന്നത്? ഹത്താ ഇദാ മാ ജാഊഹാ, അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ ഷഹീദ അലൈഹിം സംഉഹും, അവരുടെ ചെവികൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുമെന്നാണ് പറഞ്ഞത്. വ അബ്സ്വാറുഹും, അവരുടെ കണ്ണുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കും. അല്ലാഹുവേ, ഈ കണ്ണുകൊണ്ട് അയാൾ കണ്ട ഹറാമുകളുടെ കണക്ക് പറയും. മൊബൈലായാലും ടി വി ആയാലും ഇനി ലൈവായാലും ശരി, കണ്ണുകളിലൂടെ കണ്ട ഹറാമുകളുടെ കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലാഹുവിനോട്. വജുലൂദുഹും, അവരുടെ ചർമ്മങ്ങൾ പറയും. ഷെയ്ക്ക് ഹാൻഡ് ചെയ്തത്, തോളോട് തോളുരുമ്മിയത്, കെട്ടിപ്പിടിച്ചത്, കൂടെ നടന്നത്, എല്ലാം ശരീരത്തിന്റെ ചർമ്മങ്ങളും അല്ലാഹുവിനോട് പറയുമെന്നാണ്. ഇതെല്ലാം നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട്, ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ചെയ്യാൻ കഴിയോ? ആർക്കെങ്കിലും കഴിയോ? കണ്ണും ചെവിയും ചർമ്മങ്ങളും അല്ലാഹുവും അല്ലാഹുവിന്റെ മലക്കുകളും കാണാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആർക്കെങ്കിലും കഴിയോ? അപ്പൊ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്ന് വരെ എണ്ണിയാൽ തീരാത്ത തെറ്റുകൾ നമ്മുടെ ഈ ഫയലിൽ ഉണ്ടാവും, അല്ലെ? ഇനി ഇത് ഡിലീറ്റ് ചെയ്യണം. ഈ ഫയലുകളിൽ നിന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ വളണ്ടിയർ കാർഡ് പോലെ നമ്മുടെ നന്മ തിന്മയുടെ ഫയലുകൾ അള്ളാഹു തൂക്കി വെക്കുമ്പോ ഒരു തിന്മയും ഇവിടെ ഇല്ലാതെ എല്ലാം മായ്ച്ചു കളയണം. അതിനുള്ള വഴിയാണ് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്തു സൽസല പാരായണം ചെയ്യുന്നുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഓതാനറിയോ? ഒന്ന് ഉറക്കോത് എല്ലാരും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഉറക്കോത്. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. സൗണ്ട് പോരാ. ബിഅന്ന റബ്ബക ഔഹാലഹാ. പരിശുദ്ധ സൂറത്തു സൽസല അല്ലാഹുവിന്റെ ഹബീബ് പാരായണം ചെയ്യുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ട് കഴിഞ്ഞാൽ, അവസാനത്തെ കുലുങ്ങിക്കഴിഞ്ഞാൽ, അഥവാ ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. സൽസല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭൂമി കുലുക്കം സംഭവിക്കുന്നില്ലേ? സൽസല അതിന്റെ ഒരു ഭൂമി കുലുക്കാണ്. ഭൂമി ഇങ്ങനെ കുലുങ്ങും. സൽസല, ഭൂമി കുലുങ്ങും. അവസാനത്തെ കുലുക്കമാണ്, ലോകാവസാനമാണത്. കുട്ടികൾ നല്ല പബ്ജി കളിക്കുന്നുണ്ട്. ബാക്ക് എന്നിട്ട് പബ്ജി കളിക്കുന്നുണ്ടോ? ബാക്ക് എന്ന കുട്ടികൾ എല്ലാത്തിനും ഷൂട്ട് ചെയ്യും, ഒന്നും ബാക്കി ഉണ്ടാവൂലേ? പബ്ജി കളിക്കുക കുട്ടികൾ. അതിന് വന്നിട്ട് നല്ല ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ട്. ഉണ്ടാ? അവിടെ ഉണ്ടാ പബ്ജി? ഉണ്ടാ? ഒന്ന് കൈപ്പൊക്കിയ, കളിച്ചവരൊക്കെ ഒന്ന് കൈപ്പൊക്കിയ. ആ ബാക്കിന്ന് ആരെ ജയിച്ചെന്ന് നോക്കട്ടെ. ആരെ ജയിച്ചെന്ന് ജയിച്ചാൾ കൈപ്പൊക്കിയ, പൊക്കിക്കോളി, സമ്മാനം തരാനാണ്. ആരുല്ലേ? ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കട്ടെ, കുട്ടികളൊക്കെ ശ്രദ്ധിക്ക. ഇൻഷാ അല്ലാഹ് കുറച്ച് 11 മണി ആവാനായി. നമ്മുടെ വിഷയം ഇൻഷാ അല്ലാഹ് ഉപസംഹരിക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിക്കെല്ലാരും, കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. എപ്പോഴും ഈ വാലിന്റെയും ഇൽമിന്റെയും സദസ്സ് എന്ന് പറയുന്നത് അത് നമ്മളൊരു അദബോടുകൂടി, അച്ചടക്കത്തോടുകൂടി കേൾക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട ഒരു മഹത്തായ ഒരു മജ്ലിസാണ്. കാരണം ഇത് സ്വർഗത്തിന്റെ ഭാഗമാണ് എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഹബീബ് പറഞ്ഞു സ്വർഗത്തിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെ നമ്മൾ ഇരിക്കുക, കഴിവിന്റെ പരമാവധി ഇരിക്കുകയും കയറി ഇരിക്കാൻ കൂടി ശ്രമിക്കുക. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളെക്കാളും വിശാലതയുള്ള വലിപ്പമുള്ള സ്വർഗം ലഭിക്കാൻ നിങ്ങൾ ഉളരുക, വളരെ വേഗത്തിലാവുക, നിങ്ങൾ മത്സരിക്കുക. അഥവാ സാബിഖു ഇലൽ ഖൈറാത്ത്, നന്മയിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരിക എന്ന ആയത്തുകൾ. അഥവാ നന്മയുടെ വിഷയത്തിൽ വളരെ 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 മുന്നോട്ട് വരിക. ബാക്ക് പോയിരിക്കണ്ട, മുന്നിലേക്ക് നമ്മൾ കടന്നു വരിക. ഒരു കളിയൊക്കെ ഉണ്ടെങ്കിൽ ഗാലറിയിൽ ഫസ്റ്റ് പോയിട്ട് ഇരിക്കാൻ ശ്രമിക്കൂലേ? അതല്ല, വാദിന്റെ സദസ്സിലാണ് ആദ്യം വന്നിരിക്കേണ്ടത്. നന്മയിലേക്ക് നമ്മൾ എപ്പോഴും മത്സരിക്കുക, വളരെ അച്ചടക്കത്തോടുകൂടി ഇരിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഇവിടെ ഇരുന്നാലുള്ള ഒരു പ്രത്യേകത എന്തെന്നറിയോ? ഇവിടെ ഇരുന്നാലുള്ള ഒരു പ്രത്യേകത,
സദസ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴേക്കും ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ എണീറ്റോളൂ, നിങ്ങളുടെ ഒരു പാപവും ബാക്കിയില്ല, നിങ്ങളുടെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു തന്നിരിക്കുകയാണ് എന്നല്ലാഹു പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമിന്റെ സദസ്സുകളുടെ പ്രത്യേകതകൾ അതാണ്. നമ്മുടെ ഇവിടെ നിന്ന് വേല കഴിഞ്ഞ് എണീറ്റ് പോകുമ്പോഴേക്കും ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തന്നു, നിങ്ങൾ പോയിക്കോളി എന്നല്ലാഹു പറയും. അപ്പൊ അതുകൊണ്ട് അച്ചടക്കം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിലൊന്നും കളിക്കരുത്. നമ്മൾ അച്ചടക്കത്തോടെ തന്നെ കേൾക്കുക, എവിടെയാണെങ്കിലും ശരി. പിന്നെ നീട്ടിക്കൊണ്ടു പോകുന്നതും ശരിയല്ല. ഒരു വാല് 2, 3, 4 മണിക്കൂറൊക്കെ വാല് പറയാം, നല്ല മൈക്കാണെങ്കിൽ എത്രയും പറയാം. പക്ഷെ അതും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ മൊബൈലൊക്കെ കളിച്ചെന്നൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യമായ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തുന്നതും ഒരു വാലിന്റെ ഒരു മാന്യതയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ നിർത്താൻ പോവാണ്. അപ്പൊ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരം പുറത്തേക്ക് തള്ളിക്കളഞ്ഞാൽ, വഖാലൽ ഇൻസാനു മാലഹാ, ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങും എന്തു പറ്റി ഈ ഭൂമിക്കെന്ന്. ഭൂമി താഴെയുള്ള വലിയ വലിയ സ്വർണ്ണക്കട്ടകളും സ്വർണ്ണക്കനികളും വെള്ളികളും മയ്യിത്തുകളൊക്കെ പുറത്തേക്ക് തള്ളും. വഖാലൽ ഇൻസാനു മാലഹാ, ഈ ഭൂമിക്ക് എന്ത് പറ്റി? ജനങ്ങൾ പറയാൻ എന്തു പറ്റി? ഇന്നലെ വരെ പ്രശ്നങ്ങളില്ലായിരുന്നു, എന്തു പറ്റി ഈ ഭൂമിക്ക്? വഖാലൽ ഇൻസാനു മാലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ആ സമയത്ത് ഭൂമി പറയുകയാണ്, ശ്രദ്ധിക്കണേ, ആ സമയത്ത് ഭൂമി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഭൂമി എല്ലാ കഥകളും തുറന്നു പറയുമെന്നാണ്. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, അതദ്റൂന മാ അഖ്ബാറുഹാ, എന്താണ് ഭൂമിക്ക് പറയാനുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? ഭൂമിക്ക് എന്താ പറയാനുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? എന്താ ഭൂമി പറയാ? എന്താ ഭൂമി പറയാ? അതദ്റൂന മാ അഖ്ബാറുഹാ, ഭൂമിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബാക്കളോട് ചോദിച്ചു. മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അറിയില്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ഫഇന്ന അഖ്ബാറഹാ, ഭൂമിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അൻതശഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ, എല്ലാ ആണിനെ കുറിച്ചും എല്ലാ പെണ്ണിനെ കുറിച്ചും അല്ലാഹുവിനോട് പറഞ്ഞു കൊടുക്കലാണ്. എന്ത് പറഞ്ഞു കൊടുക്കും? ബിമാ അമില അലാ ളുഹ്രിഹാ, ഈ ഭൂമിയിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ഭൂമി വ്യക്തമായി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴി, തിരിച്ചു വരുന്ന വഴി, നിങ്ങളുടെ ക്ലാസ് റൂം, നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ മദ്രസകൾ, നിങ്ങൾ നിരന്തരമായി നടക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ ആ സ്ഥലം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കേണ്ടതൊന്നും ആരും കാണൂല. നടന്നു വരുന്നത് ഈ സ്ഥലങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴി, തിരിച്ചു വരുന്ന വഴി ആ ഭൂമി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. 4 ചുവരുകൾക്കകത്തളങ്ങളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ആരും കാണാതെ വാതിലടച്ച് നിങ്ങൾ അതിന്റെ അകത്തളങ്ങളിൽ എന്തു ചെയ്താലും, അഥവാ വാലിന്റെ ഇടയിൽ മൊബൈൽ ഫോണിൽ പബ്ജി കളിച്ചാലും ഭൂമി സാക്ഷിയാണ്. ഭൂമി നാളത് പറയും അല്ലാഹുവിനോട്, ഭൂമി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭൂമി അള്ളാഹുവിനോട് നാളെ പറയും. പെണ്ണായാലും പറയും, ആണായാലും പറയും. ഇത് റെക്കോർഡ് ചെയ്ത് അള്ളാഹുവിന് നാളെ അള്ളാഹുവിന് ഇത് പറഞ്ഞു കൊടുക്കുകയും ഒരു മനുഷ്യനെതിരെ സാക്ഷി നിൽക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അഖ്ബാറഹാ അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ ബിമാ അമില അലാ ളുഹ്രിഹാ. ആരൊക്കെ ഇവിടെ എന്തൊക്കെ ചെയ്തു? പള്ളിയിലേക്ക് പോയത് ഭൂമി പറയും, സിനിമ കാണാൻ പോയത് പറയും, സ്കൂളിൽ പോയത് പറയും, മോഷ്ടിക്കാൻ പോയത് പറയും, മറ്റുള്ളവരെ സഹായിക്കാൻ പോയത് പറയും. എല്ലാം ഭൂമി സാക്ഷിയാണ്. അൻതഖൂല, ഭൂമി പറയുന്നത്, അമില കദാ വകദാ യൗമ കദാ വകദാ. അല്ലാഹുവേ 2019 ഏപ്രിൽ 8-ാം തീയതി ഇന്നാൽ ഇന്നയാൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂമി എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കഴിഞ്ഞില്ല, ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. പേടിക്കേണ്ട. ഒരു 11 മണിയായി, ഒരു 11:15 കൂടി ഞാൻ നിർത്താം. ഓക്കെ, 15 മിനിറ്റ് പറഞ്ഞൂടെ? ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് വേഗം കൊണ്ടുപോയി. ബക്കറ്റ് കാണുമ്പോൾ പേടിച്ചിട്ട് ഓടല്ലേ? ചിലപ്പോൾ ചില ആളുകൾ ബക്കറ്റ് കാണുമ്പോൾ ഓടാറുണ്ട്. ബക്കറ്റ് കാണുമ്പോൾ ഓടല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിൽ കവർ കൊടുത്തിട്ടുണ്ടാകും ഇന്നലകളിൽ. ആ കവറിൽ ഇനി ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോ നല്ല സംഖ്യകൾ ഇട്ട് നിറച്ച് ബക്കറ്റിൽ ഇടണമായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ? കവർ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്ന ആളുകളൊക്കെ ആ കവർ അടക്കവിടെ. വെറും കാലി കവറിടല്ലേ.
കാല് കവറാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കോളി, പൈസ ഇട്ടാൽ മതി. കവറല്ലിട ആവശ്യം, ഇവിടെ ആവശ്യം പൈസയാണ്. അപ്പൊ സംഘാടകർക്ക് നിങ്ങൾ മാന്യമായ സംഖ്യ, നിങ്ങൾ 10-20 ഇടുന്ന പരിപാടി നിർത്തണം. ഇത് ലാസ്റ്റാണ്. അപ്പൊ 10-20 ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇന്നില്ല. അത് ഇന്നലൊക്കെ കഴിഞ്ഞു, ഇന്ന് ലാസ്റ്റ് ആണ്. അപ്പൊ ഏറ്റവും നല്ല സംഖ്യ തന്നെ ഇടുക. ഒരു മിനിമം 100എങ്കിലും ഇടുക. 500 കഴിയുന്നവർ 500 ഇടുക, 2000 കഴിയുന്നവർ 2000 ഇടുക, 200 കഴിയുന്നവർ 200 ഇടുക, 100 കഴിയുന്നവർ 100 ഇടുക, 50 കഴിയുന്നവർ 50 ഇടുക. നല്ല സംഖ്യ തന്നെ എല്ലാവരും ഇടുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ കുറക്കണ്ട നിങ്ങളെ. ഞാൻ ഒരു 15 മിനിറ്റ് കൂടി ഇൻഷാ അല്ലാഹ്. ലൈസ, ശ്രദ്ധിക്കണം, ഇനി ശ്രദ്ധിക്കുക. മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലൈസ മിൻ യൗമി യഅതി അല ഇബ്നി ആദമ ഇല്ലാ യുനാദി ഫി രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ആ ദിവസം നമ്മോട് പറയുന്നുണ്ട് എന്നാണ്. രാവിലെ സുബഹിയുടെ സമയമായി നമ്മൾ എണീക്കുകയാണ്. ആ സമയത്ത് ഭൂമി നമ്മോട് പറയുന്നുണ്ട്, ആ ദിവസം നമ്മോട് പറയുന്നുണ്ട്, യബ്ന ആദം, ഫാത്തിമ എന്ന് വിളിക്കാണ് ഫാത്തിമാനെ, മുഹമ്മദിനെ മുഹമ്മദ്. പിന്നെ ആരാ ഉള്ളത്? എന്താ എന്റെ പേരെന്താ? നമ്മളെ കാർമൻ. എന്റെ പേരെന്താ? എൻ്റെ വീട്ടിൽ 3 മീനുണ്ട്, നല്ല മത്സ്യങ്ങൾ. അപ്പോൾ 3 ഞാൻ കാസർഗോഡ് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ നിന്ന് പോയ കാര്യം കറിഞ്ഞിനോ? ഇല്ലേ? പോയി നോക്കുമ്പോൾ ഉണ്ടോന്ന് നോക്കോ ആദ്യം പോയിട്ട്. അപ്പോൾ ഏതായാലും മുഹ്സിൻ അല്ലേ, മുഹ്സിൻ അള്ളാഹു വിളിക്കുകയാണ്, ദിവസം വിളിക്കുകയാണ് ഓരോ ആളുകളെ. എന്നിട്ട് യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഇന്ന് ഞാൻ പുതിയൊരു ദിവസമാണ്. ശ്രദ്ധിക്കണേ, അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു ദിവസമാണ്. വ അന ഫീമാ തഅമലു അലൈക ഗദൻ ഷഹീദ്, ഇന്ന് നീ എന്ത് ചെയ്താലും അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ലേ ദിവസം പറയാണ്, എല്ലാ ദിവസവും നമ്മോട്. ഇന്ന് 2019 ഏപ്രിൽ 8 രാവിലെ നമ്മോട് പറഞ്ഞു, അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയൊരു ദിവസമാണ്. വ അന ഫീമാ തഅമലു അലൈക ഗദൻ ഷഹീദ്, ഇന്ന് വൈകുന്നേരം വരെ നീ എന്തു ചെയ്താലും ഞാനത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫഅമൽ ഫിയ ഖൈറൻ നഷ്ഹദു ലക ഗദാ, ഇന്ന് നീ നന്മ മാത്രം ചെയ്താൽ നിനക്ക് അനുകൂലമായി ഞാൻ സാക്ഷി നിൽക്കാമെന്ന് പരിശുദ്ധമായ ഓരോ ദിവസങ്ങളും നമ്മോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞാൻ പോയാൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഏപ്രിൽ 8 നിനക്ക് കിട്ടാനില്ല എന്നും ദിവസം പറയും. ഏപ്രിൽ 8 ഇന്ന് മഗ്രിബായി, ഇന്ന് 12 മണിയോടുകൂടി ഏപ്രിൽ 8 കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏപ്രിൽ 8 കിട്ടുമോ? 2019 കിട്ടുമോ? 2020 കിട്ടും. 2020 മാർച്ച് 30 ഇതേ സ്ഥലത്ത് എന്നെ വീണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. 2020 ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അല്ലാഹു ആലം. 2020 മാർച്ച് 30 കാസർഗോട്ടേക്ക് ഒരു വണ്ടി എടുത്ത് വന്നാണ്. ഇത്ര ദൂരത്തേക്ക് ഒരു ഫോൺ വിളിച്ചാൽ മതിയായിരുന്നു. ദൂരത്ത് അങ്ങനെയൊക്കെ ചില ആൾ തിരുവനന്തപുരത്ത് നിന്ന് ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലേക്കൊക്കെ വെള്ളിയാഴ്ച ചില ആളുകൾ വരാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, ഫോൺ ചെയ്താൽ മതി. ഏതായാലും ഇൻഷാ അല്ലാഹ് ഒന്നും കൂടി കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2020 മാർച്ച് 30 അവരില്ല, സ്റ്റേജിലുണ്ടാ? ആ ടീമുണ്ടാ? നമ്മുടെ ട്രസ്റ്റിന്റെ ടീമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ശ്രദ്ധിക്കേണ്ട വിഷയം, 2019 ഏപ്രിൽ 8 ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് കിട്ടൂല. അത് കഴിഞ്ഞു. അടുത്ത വർഷം കിട്ടുന്നത് 2020 ഏപ്രിൽ 8. അപ്പൊ ഈ ദിവസം കഴിഞ്ഞു. ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്ത് ഈ ദിവസം പോയി മറയുകയാണ്. പിന്നെ എപ്പോഴാ ഇത് വരിക? നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്കാണ് ഈ ഫയലുകളുമായി ഇത് വരിക, ഈ റെക്കോർഡുകളുമായി ഈ ദിവസം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ പറഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ നിനക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിയില്ല. അതേപോലെ രാത്രിയും പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി സൂറത്തുൽ കഹ്ഫിലെ ആദ്യമായി ഓതി വെച്ച ആയത്ത്, വവുളിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ വവുളിഅൽ കിതാബ്. ഓരോ ആളുകളുടെ ഫയലുകളും അവരുടെ മുമ്പിലേക്ക് അല്ലാഹു കൊണ്ടുപോയി വെക്കുകയാണ്. എന്റെ ഫയൽ എന്റെ കയ്യിൽ തരികയാണ്, നിങ്ങളുടെ ഫയലുകൾ നിങ്ങളുടെ കൈകളിൽ തരികയാണ്. വവുളിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന, തെറ്റുകാരായ ആളുകൾ, കുറ്റക്കാരായ ആളുകൾ, അവരെ നിങ്ങൾക്ക് കാണാം. മുഷ്ഫിഖീൻ, അവര് പേടിച്ച് വിറക്കുന്നുണ്ടാകും, വെപ്രാളത്തോടെ, ആശങ്കയോടെ അവരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വയഖൂലൂൻ,
എന്നിട്ട് അവർ ആ ഫയലും കയ്യിൽ പിടിച്ചവര് പറയുന്നത് യാ വൈലതനാ, എന്റെ നാശമേ, ഞാൻ തോറ്റുപോയല്ലോ. എന്താണിത്? മാലിഹാദൽ കിതാബ്, എന്തോ ഒരു റെക്കോർഡിംഗ് ആണിത്, എന്തോ ഒരു ഫയലുകളാണിത്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറിയ ഒരു വസ്തു പോലും ഇവിടെ ഒഴിവാക്കിയിട്ടില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും ഒഴിവാക്കേണ്ടേ? ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ റെക്കോർഡഡ് ആണ്, എല്ലാം ഇതിൽ സേവ്ഡ് ആണ്, ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ല. എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ വരെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കിയത്, ഞാൻ എന്റെ കൈകൾ കൊണ്ട് ചെയ്തത്, ഞാൻ ചാറ്റ് ചെയ്തത്, ഞാൻ നിസ്കരിച്ചത്, തസ്ബീഹ് ചൊല്ലിയത്, പള്ളിയിലേക്ക് പോയത്, ഞാൻ സംസാരിച്ചത്, ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. ഇനി ശ്രദ്ധിക്കണം അടുത്ത ആയത്ത്, വവജദൂ മാ അമിലൂ ഹാളിറാ. എന്താണ് അതിന്റെ അർത്ഥം? വവജദൂ മാ അമിലൂ ഹാളിറാ, അവർ ചെയ്തതെല്ലാം ലൈവായി കാണാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെയ്തത് ലൈവായി കാണാം. വവജദൂ മാ അമിലൂ ഹാളിറൻ, അവർ ചെയ്തതെല്ലാം ലൈവായി അവർക്ക് കാണാൻ കഴിയും. വലാ യളിമു റബ്ബുക അഹദാ, അല്ലാഹു ഒരാളെയും ശിക്ഷിക്കൂല. നമ്മൾ ചെയ്തത് ലൈവായി നമ്മൾ അവിടെ കാണും. അതുകൊണ്ട് നാണിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ഇല്ലാന്ന് പറയാൻ കഴിയോ? ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നാണിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനിയുള്ള വഴി എന്ന് പറയുന്നത് ഈ ഫയലുകളിൽ നിന്ന് സർവ്വവിധ തെറ്റുകളും നാണിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും മായ്ച്ചു കളയുക എന്നുള്ളതാണ്. അതിനുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ. അതിനുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, മരുന്നില്ലാത്ത രോഗമില്ല. മരുന്നില്ലാത്ത രോഗമില്ല. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളൂ, മരുന്നുണ്ടാവും. ഇന്നലികുല്ലി ദാഇൻ ദവാ വ ഇന്ന ദവാഅ ദുനൂബിൽ ഇസ്തിഗ്ഫാർ. ജീവിതത്തിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മരുന്ന് ഇസ്തിഗ്ഫാർ ചെല്ലലാണ് എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെല്ല. എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ നിങ്ങളുടെ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലി നോക്കിയേ. ഒരു 5 മിനിറ്റ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ ഓർമ്മിക്കുക. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിലയിരുത്തി കൊണ്ടുവന്ന് അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഒന്ന് ഉറക്കെ 10 തവണ ഉറക്കെ ചൊല്ലിയേ. അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. എങ്ങനെ? ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും മനസ്സിൽ ഓർമ്മിക്കുകയും കൊണ്ടുവരികയും അല്ലാഹുവേ ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി. അഥവാ ഇസ്തിഗ്ഫാറിന്, തൗബയ്ക്കൊരു പ്രത്യേക 4 ഷർത്തുകളുണ്ട്, 4 നിബന്ധനകളുണ്ട്. അള്ളാഹുമായിട്ടുള്ള തൗബ തെറ്റുകളാണെങ്കിൽ 3. ഒന്ന്, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ആവുക. ശ്രദ്ധിക്കണേ, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടിയാവുക. ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ ഷർത്ത്. 2, ഒരു കള്ള് കുടിക്കുന്ന ആളാണെങ്കിൽ ആ കള്ളിൽ നിന്ന് അയാൾ പൂർണ്ണമായി പിന്മാറുക. അഥവാ കള്ളിന്റെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വലിച്ചെറിയുക. ഏതെങ്കിലും ബാറുകളുടെയോ 5 സ്റ്റാർ ഹോട്ടലുകളുടെയോ വിദേശ മദ്യ ഷാപ്പുകളുടെയൊക്കെ നമ്പർ ഉണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. അഥവാ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പിന്മാറുക. പ്രണയിക്കുന്നവരും പ്രേമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പറുകളൊക്കെ ഡിലീറ്റ് ചെയ്ത്, ചാറ്റിങ്ങുകൾ ഡിലീറ്റ് ചെയ്ത് മനസ്സിൽ നിന്ന് പൂർണ്ണമായ ബന്ധം പൂർണ്ണമായി മുറിച്ചു മാറ്റുക. പലിശ തിന്നുന്നവർ പലിശയുടെ ഇടപാട് നിർത്തുക, കഞ്ചാവ് അടിക്കുന്നവർ കഞ്ചാവുമായിട്ട് ഇടപാട് നിർത്തുക. ഇങ്ങനെ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുക, 2ാമത്തെ ഷർത്ത്. 3ാമത്തേത്, ചെയ്തു പോയതൊരു തെറ്റാണ് റബ്ബേ, എനിക്ക് കുറ്റബോധമുണ്ട്, മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവുക. മനസ്സിലായോ?
ഒരു കുടിയൻ, അള്ളാഹുവേ ഞാൻ കുടിച്ചതൊക്കെ തെറ്റാണ്, എനിക്ക് കുറ്റബോധമുണ്ട്, അള്ളാഹുവേ വേണ്ടായിരുന്നു, വേദനയുണ്ട്, അയാൾക്ക് ഖേദമുണ്ട്, ഇനി ഞാൻ മേലാൽ കുടിക്കൂല എന്ന ഉറപ്പോടുകൂടി അദ്ദേഹം ചെയ്യുന്ന ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ, ആത്മാർത്ഥമായി പറഞ്ഞാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾ ചെയ്ത സർവ്വ തെറ്റുകളും അയാൾക്ക് മായ്ച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹ്, തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവർ, തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ തെറ്റു ചെയ്യാത്തവരെ പോലെയാണെന്നും ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായൊരു ഹദീസ് കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, അൻസലല്ലാഹു അലയ്യ അമാനൈനി ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ഞാൻ 2 സംരക്ഷണം നൽകിയിട്ടുണ്ട്. എൻ്റെ ഉമ്മത്തിന് 2 സംരക്ഷണം ഞാൻ നൽകിയിട്ടുണ്ട്. ഈ 2 സംരക്ഷണം മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് മാറാ രോഗങ്ങൾ വരൂല, അപകടങ്ങൾ വരൂല, സുനാമി ഉണ്ടാവൂല, ഭൂമികുലുക്കം ഉണ്ടാവൂല, മഴയില്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാവൂല, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവൂല. 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. അൻസലല്ലാഹു അലയ്യ അമാനൈനി ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് രക്ഷപ്പെടാൻ 2 വഴികളുണ്ട്. എന്നിട്ടൊരു ആയത്ത് ഓതി കൊടുത്തു. ഏതാണ് ആയത്ത്? വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാനല്ലാഹു, അല്ലാഹുവിന് പാടില്ല, വമാ കാനല്ലാഹ്, അല്ലാഹുവിന് പാടില്ല. എന്ത് പാടില്ല? ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയേ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ സമുദായത്തെ നശിപ്പിക്കാൻ അല്ലാഹുവിന് പാടില്ല, അദാബ് നൽകാൻ പാടില്ല, മാരകമായ അസുഖങ്ങളോ പരീക്ഷണങ്ങളോ നൽകാൻ പാടില്ല. അഥവാ ഒന്നാമത്തെ സംരക്ഷണം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബിന്റെ വഫാത്ത് വരെ യാതൊന്നും നിങ്ങൾക്ക് പേടിക്കാനില്ല. ഹബീബ് വഫാത്തായാലോ, വഫാത്തായില്ലേ, ഹബീബ് വഫാത്തായാലോ പിന്നെ രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ, രണ്ടാമത്തെ സംരക്ഷണം, വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങൾ ഹബീബിന്റെ വഫാത്ത് കഴിഞ്ഞാൽ, ഹബീബ് മരണപ്പെട്ടു പോയാൽ, വഫാത്തായാൽ, ഇസ്തിഗ്ഫാർ ചെല്ലുന്ന കാലത്തോളം നിങ്ങൾക്ക് ഞാൻ ശിക്ഷ നൽകൂല. ഇസ്തിഗ്ഫാർ ചെല്ലുന്ന കാലത്തോളം ശിക്ഷ നൽകൂല. അഥവാ മഴ വേണമെങ്കിൽ നന്നായി ഇസ്തിഗ്ഫാർ ചെല്ലണം, സാമ്പത്തികമായ അഭിവൃദ്ധി വേണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെല്ലണം, മക്കളില്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെല്ലണം, കടങ്ങളുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെല്ലണം, ജോലി ഇല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ ചെല്ലണം, രോഗങ്ങൾ വരാതിരിക്കാനും ഭൂമി കുലുക്കങ്ങൾ ഇല്ലാതിരിക്കാനും സുനാമി വരാതിരിക്കാനും പ്രളയം വരാതിരിക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി എല്ലാ വീടുകളിലുമുള്ള ആണായാലും പെണ്ണായാലും പ്രഭാതത്തിൽ രാവിലെകളിൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലണേ, രാത്രിയായാൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലണേ, രാവിലെ ഒരു 100 ഇസ്തിഗ്ഫാർ ചെല്ലുക. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും എല്ലാ സ്ത്രീകളും പുരുഷന്മാരും രാവിലെയായാൽ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ എന്നർത്ഥമുള്ള അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബ് ബാങ്കിന്റെ മുമ്പായി ഒരു 100 തവണ ചെല്ലുക. മഗ്രിബ് കഴിഞ്ഞാൽ സുബ്ഹിക്ക് മുമ്പായി ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ എല്ലാ വീടുകളിലും എല്ലാ ആളുകളും രാവിലെയും രാത്രിയുമായി 100 കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഭയാനകമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്ത്രീകളെ പ്രത്യേകം അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചിട്ട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ, നബി തങ്ങൾ പറയാൻ, തസദ്ദഖ്ന, നന്നായി സ്വതഖ ചെയ്യണം. പെണ്ണുങ്ങളോട് പറയാൻ, നന്നായി സ്വതഖ ചെയ്യണം. വഅക്തിർന മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കണം. സ്വതഖ ചെയ്യണം, ഇസ്തിഗ്ഫാർ നന്നായി വർദ്ധിപ്പിക്കണം. അലക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും വീടടിച്ചു വാഴുമ്പോഴും വെറുതെ മിണ്ടാതിരിക്കുന്ന സമയങ്ങളിലെല്ലാം അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ 1000 കണക്കിന് ഇസ്തിഗ്ഫാർ ദിവസവും ചെല്ലാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി
സഹോദരിമാരെ, നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ കൈകളിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ തസദ്ദഖ്ന, നിങ്ങൾ സ്വതഖ ചെയ്യണം. വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. കാരണം ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, നരകത്തിലെ ബഹുഭൂരിഭാഗം ആളുകളും നിങ്ങളെയാണ് ഞാൻ നരകത്തിൽ കൂടുതലായി കണ്ടത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വതഖ വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാറിന്റെ വളരെ മനോഹരമായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൂടി ഞാൻ പറഞ്ഞ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതറിയുന്നവരൊന്നും കേൾപ്പൊക്കെ കാണാതെ കുറച്ചാളുകൾ. ഇതിന്റെ പ്രത്യേകത എന്താണ്? സുബഹി നിസ്കാരത്തിന്റെ ശേഷം അർത്ഥം മനസ്സിലാക്കിയത് ഒരാൾ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ ദഖൽ ജന്ന, അയാൾ സ്വർഗത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലി സുബഹിക്ക് മുമ്പായി മരണപ്പെട്ടു പോയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. കാണാതെ പഠിക്കുക. ഇസ്തിഗ്ഫാറിന്റെ നേതാവാണ്. അല്ലാഹുമ്മ വർക്കച്ചൽ അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അന അബ്ദുക, ഞാൻ നിന്റെ പാവം അടിമയാണ്. وأنا على عهدك ووعدك ما استطعت وأنا على عهدك ووعدك ما استطعت, എന്റെ കഴിവിന്റെ പരമാവധി അല്ലാഹുവേ നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أعوذ بك من شر ما صنعت. അല്ലാഹുവേ ഞാൻ ചെയ്ത എല്ലാ ശർറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഅബൂഉ ലക, ഉറക്ക വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, നീ തന്ന നിഅമത്ത് കൊണ്ടാണ്, എല്ലാം നിന്റേതാണെന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. വഅബൂഉ ലക ബിദംബി, ഞാൻ തെറ്റുകാരനാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു എന്നും ഞാൻ അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് ഫഗ്ഫിർലി, എനിക്ക് നീ പൊറുത്തു താ അല്ലാഹ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ തെറ്റുകൾ പുറത്തു തരാൻ വേറെ ഒരാളില്ല, മാപ്പ് നൽകാൻ വേറെ ഒരാളില്ല. അതുകൊണ്ട് അല്ലാഹുവേ പൂർണ്ണമായി എനിക്ക് മാപ്പ് നൽകണേ എന്നർത്ഥമുള്ള സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാതെ പഠിച്ചുകൊണ്ട് രാവിലെയും രാത്രിയും നിരന്തരമായി അർത്ഥമാലോചിച്ചുകൊണ്ട് ചെല്ലണേ. അതേപോലെ ഒരു 100 ഇസ്തിഗ്ഫാർ രാവിലെ, ഒരു 100 ഇസ്തിഗ്ഫാർ രാത്രി, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ രാത്രി. അങ്ങനെ പരിശുദ്ധമായ റമളാൻ ആകുമ്പോഴേക്കും നമ്മൾ വിത്തിട്ട് നമ്മുടെ ചെടി വളർന്ന് റമളാൻ ആകുമ്പോഴേക്കും ഇസ്തിഗ്ഫാർ ചൊല്ലി ഖുർആൻ ഓതി നന്മ ചെയ്ത് തൗബ ചെയ്തിട്ട് പഴങ്ങളും ഫലങ്ങളുമുള്ള വളരെ മഹത്തായ മരമായി മാറണം. റമളാനായാൽ ഇതെല്ലാം പറിച്ചെടുത്ത് അള്ളാഹുവിന്റെ പ്രതിഫലം കരസ്ഥമാക്കി സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്ന മുത്തഖീങ്ങളിൽ റമളാനിന്റെ അവസാന ദിവസങ്ങളിൽ അല്ലാഹു തആല എല്ലാവർക്കും ഒന്നിച്ച് പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുമെന്നാണ്. അവരിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, ചൊടിയില്ലാത്ത, കുറുമ്പില്ലാത്ത, കുശുമ്പില്ലാത്ത, പാരവെക്കാത്ത നല്ല മനസ്സുമായി, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത, എല്ലാവർക്കും സ്നേഹം മാത്രം നൽകി
എല്ലാവരോടും മാന്യമായി പെരുമാറി എല്ലാവർക്കും പുഞ്ചിരി മാത്രം കൈമാറി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി സമാധാനത്തിന്റെ സന്ദേശം കൈമാറുന്ന വല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരണപ്പെടാൻ എല്ലാവരും ശ്രമിക്കുക. ഞാനടക്കം അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.